ശിവസമാരംഭാം സംഗ്രാഹാദ്യം ശാസ്ത്രാചാര്യവര്യന്താ പരമ്പരയെ സംബന്ധിച്ചുകൊണ്ട് അതറിഞ്ഞു. ത്രയോദശമന്ത്രം. യാജ്ഞവൽക്യേതി ഹോവാച യത്രസ്യ പുരുഷസ്യ മൃതസ്യ അഗ്നിം വാഗ് അപ്യേതി വാദം പ്രാണഃ ചക്ഷുരാദ്യം മനശ്ചന്ദ്രം ദിശഃ ശ്രോത്രം പൃഥിവീം ശരീരം ആകാശം ആത്മാ ഔഷധീർലോമാനി വനസ്പതീൻ കേശാ അപ്സു ലോഹിതം ച രേതശ്ച നിധീയതേ വായം തദാ പുരുഷോ ഭവതി ഇത്യാഹര സൗമ്യഹസ്തം അർത്ഥഭാഗ ആവാമേവ ഏതസ്യ വേദിഷ്യാവോ നൗ ഏതസ്സജനൈതി തൗഹ ഉദക്രമ്യ മന്ത്രയം ചക്രാതേ തൗഹ യദൂചതുഃ കർമ്മഹൈവ തദൂചതുഃ അഥ യത് പ്രശംസതുഃ കർമ്മഹൈവ തത്പ്രശംസതുഃ പുണ്യോ വൈ പുണ്യേന കർമ്മണാ ഭവതി പാപഃ പാപേനേതി തതോ ജഗത്കാരവ ആർത്തഭാഗോ പരരാമ. തത്ര കേന പ്രയുക്തം ഗ്രഹാദിഗ്രഹലക്ഷണം ബന്ധനം ഇത്യേതദ് നിർദ്ധാരയിഷയ ആഹ. അത്രസ്യ പുരുഷസ്യ അസമ്യക് ദർശനഃ ശിരപണ്യാദിമതോ മൃതസ്യ വാഗ് അഗ്നിം അപ്യേതി പാദം പ്രാണോ അപ്യേതി ചക്ഷുരാദിത്യം അപ്യേതി സർവത്ര സമ്പദ്ധ്യതേ. ഈ ഗ്രഹ അതിഗ്രഹം ഇന്ദ്രിയവും വിഷയവും, ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു. ഇതാണ് ബന്ധനം, മൃത്യു എന്നെല്ലാം മുമ്പ് പറഞ്ഞു. ഇതിനെന്താ നിമിത്തം? ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ജന്മം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജനിച്ചാലേ ഇത് സംഭവിക്കത്തുള്ളൂ. ജന്മത്തോടുകൂടി ഇത് സംഭവിക്കുന്നു. ഇന്ദ്രിയം വിഷയത്തെ ഗ്രഹിക്കുന്നു. അത് ആ ജന്മത്തിൽ തന്നെ മുഖ്യമായി വരുന്ന ജാഗ്രത.
ഇന്ദ്രിയം വിഷയങ്ങളെ ഗ്രഹിക്കുക എന്ന് പറയുന്നത് ഈ ജാഗ്രത അനുഭവമാണ്. ഈ ജാഗ്രത അനുഭവം തന്നെ ബന്ധനം. ഈ ജാഗ്രത അനുഭവത്തിൽ വരുന്ന സുഖദുഃഖാദികളെല്ലാം ഇതെല്ലാം ബന്ധനമാണ്, മൃത്യുവാണ്. ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു അത് നിർണയിക്കുന്നതിന് വേണ്ടി പറയുന്നു മന്ത്രത്തിൽ എത്ര സ്യ പുരുഷസ്യ അസമ്യക് ദർശനഃ ശിരപ്പാണ്യാദിമതോ മൃതസ്യ. പുരുഷൻ, വിവേകമില്ലാത്ത പുരുഷൻ, ആത്മബോധമില്ലാത്തവൻ, അത് പുരുഷൻ എന്ന് പറഞ്ഞാൽ ആത്മാവെന്നുള്ള അർത്ഥമുണ്ട്. എന്ന് പറയുന്നു ആ കേവലമായ ആത്മാവെന്ന് അല്ല ഈ കാണുന്ന പുരുഷൻ, ഈ ജീവൻ, ശരീരത്തോടുകൂടിയിരിക്കുന്നവൻ, ജനിച്ചവനെന്നർത്ഥം. ശിരപ്പാണ്യാദിമതം, ശിരസും കൈയും കാലുമെല്ലാം ഉള്ള പുരുഷൻ. ഞാൻ നിർഗുണനായ പുരുഷനല്ല, പ്രത്യേകാത്മാവല്ല. ഇവനിങ്ങനെ ഇരിക്കുന്നു. എന്തുകൊണ്ടിരിക്കുന്നു? അവന് ബോധമില്ല. തന്റെ പരമാർത്ഥ ഭാവത്തെ അവൻ അറിയുന്നില്ല. അങ്ങനെ ഇരിക്കുന്നവൻ അജ്ഞനായവനെന്ന് ചുരുക്കം. അജ്ഞനായ ഒരുവൻ, ആണോ പെണ്ണോ എന്നുള്ള വ്യത്യാസമില്ല, ആരായാലും മരിക്കുന്നു. മൃതസ്യ, അവൻ മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അവൻ അപ്രത്യക്ഷനാകുന്നു, ശരീരം നശിച്ചു പോകുന്നു. പിന്നെ അങ്ങനെ ഒരാളിനെ കാണുന്നില്ല. വീണ്ടും മരിക്കാത്തവരെ കാണും, ജനിച്ചവരെ കാണും. യവനിലെന്താ സംഭവിക്കുന്നത്? പറയുന്നു വാഗ് അഗ്നിം അപ്യേതി. എന്റെ വാഗിന്ദ്രിയം അഗ്നിയെ പ്രാപിക്കുന്നു. വാഗിന്ദ്രിയം ഈ വചിക്കുന്ന, സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇതാണ് വാഗിന്ദ്രിയം എന്ന് പറയുന്നത്. സ്ഥൂലമായ ശരീരത്തിലിരിക്കുന്നത് കേവലം നാക്ക്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ പിന്നിൽ അതിനെ പ്രവർത്തിപ്പിക്കുന്ന ശക്തിവിശേഷം, അതാണ് വാക്ക്. ആ ശക്തിവിശേഷം എന്താണ്? നമ്മൾ സാധാരണ ധരിക്കും വാഗിന്ദ്രിയം പ്രവർത്തിക്കുന്നു. അത് പ്രവർത്തിക്കുന്നെങ്കിൽ അതിന് ശക്തി വേണം, ഊർജം. അതാണ് അതിനെ പ്രവർത്തിപ്പിക്കുന്നത്. ആ ഊർജം നഷ്ടപ്പെട്ടാൽ പിന്നെ പ്രവർത്തിക്കുന്നില്ല, അത് നശിച്ചു പോകുന്നു. അതാണോ വാഗീന്ദ്രിയം? അതുമല്ല. അതുമല്ല, അതിനെയും പ്രവർത്തിപ്പിക്കുന്നത്, ആ ഊർജത്തെയും ചലിപ്പിക്കുന്ന ചൈതന്യം. അതിനുള്ള പറയുന്ന അധിഷ്ഠാതൃ ദേവത. വാഗെന്ന് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ അധിഷ്ഠാതൃ ദേവത. ദേവത എന്ന് പറയാൻ എന്തുകൊണ്ട്? കാരണം അത് ചൈതന്യമായതുകൊണ്ടാണ് അതിനെ ദേവത എന്ന് പറയുന്നത്. ചൈതന്യമെന്നോ ചിത്തെന്നോ പറയാം. ആ ചിത്തിന്റെ ഒരവസ്ഥ, അതുകൊണ്ടാണ് അതിന് ചൈതന്യം എന്ന് പറയുന്നത്. ചിത്ത് സർവവ്യാപിയാണ്, അതാണ് സർവവുമായി മാറിയിരിക്കുന്നത്. പക്ഷെ അതിന്റെ ഒരവസ്ഥ ഇങ്ങനെ ഇരിക്കുന്നു. ഈ ഇന്ദ്രിയത്തെ പ്രവർത്തിപ്പിക്കുന്ന ആ ശക്തിക്കും ഊർജത്തിനും കാരണമായിരിക്കുന്ന ചൈതന്യം, ആ ചൈതന്യം ഇല്ലെങ്കിൽ പിന്നെ അവിടെ ഊർജമില്ല. ഊർജമില്ലെങ്കിൽ അത് ചലിക്കുന്നില്ല. പറയുന്നത് എന്റെ ജീവൻ പോയി, ചത്തുപോയി, പിന്നെ അതിനെ നിലനിർത്താൻ കഴിയുന്നില്ല. അത് കേവലം പഞ്ചഭൂതം,
ആ പഞ്ചഭൂതം വിഘടിക്കുന്നു. പഞ്ചഭൂത സംഘാതമാണ്, അത് വിഘടിക്കുന്നു, അത് നശിച്ചു പോകുന്നു. പക്ഷേ ശിരപ്പാണ്യാദിമാനായിരിക്കുന്ന ഈ പുരുഷന് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പ്രവർത്തിപ്പിക്കുന്നത് അതിന്റെ പിന്നിലുള്ള ചൈതന്യമാണ്. അത് ഈ കർണത്തെ ചലിപ്പിക്കുന്ന, പ്രവർത്തിപ്പിക്കുന്ന ഒരു വിശേഷ ചൈതന്യമായിട്ട് അത് നിലനിൽക്കുന്നു. അതുകൊണ്ട് അതിനെ പറയുന്നു അധിഷ്ഠാതൃ ദേവത. ആണ് വേദത്തിലെ ദേവതാസങ്കല്പം സർവത്ര. സർവചരാചരങ്ങളിലും ഈ ദേവതകളുണ്ടെന്നാണ് പറയുന്നത്. ചരങ്ങളിൽ മാത്രമല്ല, അചരങ്ങളിലുമുണ്ട്. ജഡങ്ങൾ ആയി എന്തൊക്കെ അനുഭവപ്പെടുന്നു സർവത്ര ഈ ചൈതന്യമുണ്ട്. അത് ഈ ജീവനിലുമുണ്ട്, ഈ പുരുഷനിലുമുണ്ട്. വാഗിന്ദ്രിയം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അതാണ്. അത് ഈ ജീവനിലിരിക്കുമ്പോൾ, ഈ പരിച്ഛിന്നമായ ശരീരത്തിലിരിക്കുമ്പോൾ അതിന്റെ വെഷ്ടിഭാവം എന്ന് പറയും. അതിന്റെ പരിമിതമായ ഭാവം, പരിച്ഛിന്നമായൊരു അവസ്ഥ ചൈതന്യത്തിൽ. അത് ഈ കർണങ്ങളോട് ചേർന്നിരിക്കുന്നതുകൊണ്ടാണ് അതിന് പരിച്ഛിന്നം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അത് അപരിച്ഛിന്നമാണ്. പക്ഷെ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അത് പരിച്ഛിന്നമായിരിക്കുന്നു. അതിന് പരിമിതിയുണ്ട്. കാരണം എന്നിലിരിക്കുന്ന വാഗിന്ദ്രിയമല്ല അന്യനിലിരിക്കുന്നത്. ഈ പരിമിതിയുണ്ട്. ഞാൻ വചിക്കുമ്പോൾ മറ്റൊരാൾ വചിക്കാതിരിക്കുന്നു. അവിടെ പരിമിതിയുണ്ട്. പക്ഷെ അത് അഗ്നിം അപ്യേതി, അഗ്നി ദേവതയോട് ഏകീഭവിക്കുന്നു. അതെവിടെ പോയി എന്നാണ് മരിക്കുമ്പോൾ. ഒന്ന് സ്ഥൂലമായ ശരീരം, ഈ സ്ഥൂലമായ ശരീരത്തിന്റെ നാശമാണ് മരണം. ഇതിന്റെ പിന്നിലിരിക്കുന്നു ഇതിന്റെ സൂക്ഷ്മഭാവം, ഈ ശരീരത്തിന്റെ പാഞ്ചഭൗതികമായ പഞ്ചഭൂതങ്ങളിൽ നിന്നും ഉണ്ടായ സൂക്ഷ്മഭാവം. അതിന് സൂക്ഷ്മ ശരീരമെന്ന് പറയും. അതിൽ നിലനിൽക്കുന്നു വാഗാദി ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങൾക്ക് ചൈതന്യമായിരിക്കുന്നത്. അപ്പം അത് ഈ പറയുന്നത് സൂക്ഷ്മ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യം. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ആ ചൈതന്യം എവിടേക്ക് പോയി പറയുന്നത്? അതിന്റെ സമഷ്ടിയിലേക്ക് ഏകീഭവിച്ചു മരിക്കുമ്പോൾ. അതുകൊണ്ടാണ് പിന്നീട് ഈ വാഗിന്ദ്രിയം പ്രവർത്തിക്കാത്തത്. മൃതശരീരത്തിൽ ഒരിന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നില്ല. ആ ചൈതന്യം ചൈതന്യത്തോട് ഏകമായിരിക്കുന്നു. അതിനെ പരിച്ഛിന്നമാക്കൊണ്ടിരുന്ന എന്തോ അത് നഷ്ടപ്പെട്ടു പോയി, അതില്ലാതാകുന്നു. ബിംബവും പ്രതിബിംബവും പോലെ. പ്രതിബിംബത്തിന് ഉപാധികളുണ്ടായാലേ ഉള്ളൂ. ആ ഉപാധികൾ നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് ചെയ്യുന്നു? പറയും ആ പ്രതിബിംബം ബിംബത്തിൽ ലയിച്ചു എന്ന് പറയും. എന്നുവെച്ചാൽ ബിംബം തന്നെ, വിശേഷിച്ചൊന്നുമില്ല. അവിടെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല, പ്രത്യേകിച്ചൊന്നും ലയിച്ചില്ല. ഈ ചൈതന്യം അതിന്റെ സമഷ്ടിയായ അഗ്നി ചൈതന്യത്തിൽ ലയിക്കുന്നത് പോലെ എല്ലാ ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ചും മനസ്സിലാക്കണമെന്നാണ്. അവിടെ അഗ്നി, വാതം, വായു തുടങ്ങിയ ഈ ഭൂതങ്ങൾ, സമഷ്ടി ഭൂതങ്ങൾ, അതും ആ ചൈതന്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതിനെ പ്രവർത്തിപ്പിക്കുന്ന ആ ചൈതന്യത്തെ, വായു വീശുന്നു. അവിടെയെല്ലാം നമ്മൾ കാണുന്ന കർമ്മ ചലനമാണ്, ഊർജ പ്രവർത്തനമാണ് കാണുന്നത്. അഗ്നി ജ്വലിക്കുന്നു, ഇവിടെ വാക്ക് വചിക്കുന്നു, ബാഹ്യമായി അഗ്നി ജ്വലിക്കുന്നു, പ്രകാശിക്കുന്നു. അവിടെയെല്ലാം കാണുന്ന കർമ്മമാണ്.
ഇവിടെ എങ്ങനെയാണോ ഇതിന്റെ പിന്നിൽ ഈ ചൈതന്യം നിലനിൽക്കുന്ന, അതുപോലെ അതിന്റെ പിന്നിൽ സമഷ്ടിയുടെ പിന്നിലും ചൈതന്യം നിലനിൽക്കും. ഈ രണ്ട് ചൈതന്യങ്ങളും വേറെ വേറെയല്ല, ഒന്നാണ്, ഏകമാണ്. ഇതതിൽ ലയിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നെന്താ മറ്റൊന്ന് ലയിക്കുന്നത് എങ്ങനെയാണ്? ഏകീഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഉപാധി നഷ്ടപ്പെടുന്നു, അത്രയേ ഉള്ളൂ. 10 പാത്രത്തിലെ ജലത്തിൽ സൂര്യന്റെ പ്രതിബിംബമുണ്ട്. 10 ജലവും പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സൂര്യനേ ഉള്ളൂ. അതുപോലെ പ്രതിബിംബങ്ങളെല്ലാം ഏകീഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഉപാധികളില്ലാതാകുന്നു. എവിടെ ഇങ്ങനെയുള്ള കർമ്മം, ചലനം, ഊർജപ്രവർത്തനം കാണുന്നുണ്ടോ അവിടെയെല്ലാം അതിന്റെ പിന്നിൽ ചൈതന്യമുണ്ട്, ചിത്ത് ഉണ്ട്. അതുകൊണ്ടാണ് മൃതശരീരത്തിൽ ഒന്നും സംഭവിക്കാത്തത്. അവിടെ ചിത്ത് നഷ്ടപ്പെട്ടു. അവിടെ ഊർജമില്ലാത്തതുകൊണ്ടല്ല, ഊർജമുണ്ട്, അവിടെ സർവത്രയുണ്ട്, പക്ഷെ ചിത്തോടെയില്ല. ചിത്തില്ലെങ്കിൽ പിന്നെ ആ ഊർജത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഏത് തരത്തിലുള്ള പ്രവൃത്തിയാണോ അത് ചെയ്യേണ്ടത് അത് ചെയ്യാൻ അതിന് കഴിയത്തില്ല. വചിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യാൻ അതിന് കഴിയുന്നില്ല. ഉപാധികൾ നഷ്ടപ്പെട്ടാൽ പറയും ചിത്തിനോട് ഏകീഭവിച്ചിരിക്കുന്നു. ചൈതന്യം കേവല ചൈതന്യമായി സ്ഥിതി ചെയ്യുന്നു. മരിക്കുമ്പോൾ ഇത് തന്നെ സംഭവിക്കുന്നു. പക്ഷെ മുക്തിയും മരണവും തമ്മിൽ വ്യത്യാസം. ഇവിടെ ചൈതന്യവും ഉപാധികളെ ആശ്രയിച്ച് വ്യഷ്ടി സമഷ്ടി എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത്. അഗ്നി സമഷ്ടിയായി നിൽക്കുന്നു. അതുകൊണ്ട് അതിനെ ആശ്രയിച്ച്, അത് ഏതൊരു ചൈതന്യത്തെ ആശ്രയിച്ചിരിക്കുന്നു ആ ചൈതന്യത്തെയും പറയുന്നു സമഷ്ടി. വാഗ് വ്യഷ്ടിയായിരിക്കുന്നു, ഓരോരുത്തരിലും ഓരോന്നിരിക്കുന്നു. അതേത് ചൈതന്യത്തെ ആശ്രയിക്കുന്നു അത് വ്യഷ്ടിയാണ്. ഇവിടെ ഈ വ്യഷ്ടി ചൈതന്യം സമഷ്ടിയോടെ ഏകീഭവിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ തീരുന്നില്ല. കാരണം അവിടെ ആ സമഷ്ടിയായ അഗ്നി നിൽക്കുന്നു, സമഷ്ടിയായ വായു നിൽക്കുന്നു. വീണ്ടും തിരിച്ച് ഇതുപോലെ വരാം. വീണ്ടും ഈ ഉപാധികൾ പ്രത്യക്ഷപ്പെടാം. വാക്ക് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും ചൈതന്യം അതിന്റെ ആ സമഷ്ടി ഭാവത്തെ വിട്ടിട്ട് ഈ വ്യഷ്ടിയോട് ചേരും. ഇതിനെ അഗ്നിയായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അതിനെ വിട്ടിട്ട് വീണ്ടും വാക്കായി വചിക്കും. അത് ജന്മം. മരണത്തിലത് അഗ്നിക്ക് ആധാരമായി നിൽക്കുന്നു. ജന്മത്തിലത് വാക്കിന് ആധാരമായി വരും. ഇതുപോലെ പ്രാണനും അങ്ങനെയാണ്. ജന്മത്തിലാ ചൈതന്യം പ്രാണനാധാരമായി വരുന്നതോടെ സ്പന്ദിക്കുന്നു. പ്രാണസ്പന്ദനത്തിന് ആധാരമായി പറയുന്നു. പ്രാണൻ വിട്ടുപോയി. സമഷ്ടി വായുവിന്റെ സ്പന്ദനത്തിന് ആധാരമായി ചൈതന്യത്തോടെ ഏകീഭവിക്കുന്നു. ഇതിങ്ങനെ ഉപാധികൾ പ്രകടമാകുന്നതിനനുസരിച്ച് ഈ ചൈതന്യം, ഇതിനെ പറയുന്ന ചൈതന്യത്തിന്റെ അഭിവ്യക്തി, ചൈതന്യം അവിടെ ഉണ്ടാവുകയോ ഇല്ലാതാകുകയോ ചൈതന്യത്തിന് പരിണാമം സംഭവിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അത് അഭിവ്യക്തമാകുന്നു. ഉദാഹരണം, ഘർഷണം, ഓരസൽ കൊണ്ട് അഗ്നി അഭിവ്യക്തമാകുന്നു. നമ്മൾ അത് ഉണ്ടായി എന്ന് പറയുന്നു. പക്ഷെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ എന്താ? അഗ്നിയുടെ അഭിവ്യക്തിയാണ്. ഇല്ലാതിരുന്നാണെങ്കിലേ ഉണ്ടാകാൻ പറ്റും. ഇല്ലാതിരുന്നാണ് ഉണ്ടായതല്ല, അവിടെ ഉണ്ടത്. ഘർഷണത്തിന് മുമ്പ് അവിടെ അഗ്നിയുണ്ട്. പക്ഷെ ഘർഷണത്തിൽ അത് പ്രകടമാകും. താൻ പ്രകടമാകുന്ന ആ ആധാരത്തെ തന്നെ നശിപ്പിച്ചുകൊണ്ട് പ്രകടമാകും. മുമ്പതവിടെ ഉണ്ടെങ്കിലോ ഒന്നിനെയും നശിപ്പിക്കുന്നില്ല. അതുപോലെ ഇവിടെ ബന്ധന രൂപത്തിൽ ഇത് പ്രകടമാകും. ഈ ജീവനെ ബന്ധിക്കുന്ന തരത്തിൽ
അതവിടെ ഉണ്ട്. പ്രകടമാകുമ്പോൾ അത് ബന്ധിക്കുന്നു. അതാണ് മുമ്പ് പറഞ്ഞത് അതിഗ്രഹരൂപം. ഗ്രഹിക്കുന്നവനായി, ഗ്രഹണത്തിന്റെ വിഷയമായി, ഇന്ദ്രിയമായി, ഇന്ദ്രിയങ്ങളുടെ വിഷയമായി പരസ്പരം ബന്ധിക്കുന്നു. അപ്പോൾ അതിനെ ഇവിടെ പറഞ്ഞത് ബന്ധനമാണ്, മൃത്യുവാണെന്ന്. മരണത്തിലും ഇത്രയൊക്കെയാണ് സംഭവിക്കുന്നത്. മുക്തിയിലോ ഇങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇത് തൽക്കാലം മാറ്റിവെക്കുന്നു എന്നേ ഉള്ളൂ. കാരണം ആ ചൈതന്യത്തെ സ്വീകരിക്കുന്നു, വീണ്ടും പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ ചൈതന്യം ഉപാധിയെ കൈവിട്ടില്ല. ആ സമഷ്ടി ഉപാധിയോട് അത് ചേർന്നിരിക്കുകയാണ്. അത് ഏത് സമയം അവിടെ നിന്ന് വരാം. അതുകൊണ്ടല്ലേ പറയുന്നു. എന്താണ്? വാഗെന്ന് പറയുന്ന അഗ്നി അംശമാണ്, പ്രാണൻ വായു അംശമാണെന്നൊക്കെ പറയുന്നത് കൊണ്ടാണ്. എന്താ, ഈ വീശിക്കൊണ്ടിരിക്കുന്ന വായുവിൽ നിന്നാണോ ഈ പ്രാണനെ ഉണ്ടാക്കിയ? അർത്ഥത്തിലല്ല. അങ്ങനെ ഒരർത്ഥമല്ല. എന്താ, ഈ ജ്വലിക്കുന്ന അഗ്നിയിൽ നിന്നാണോ ഈ വാഗേന്ദ്രിയത്തെ, വധിക്കുന്ന വാഗേന്ദ്രിയത്തെ ഉണ്ടാക്കി? അങ്ങനെയാണെങ്കിൽ സംസാരിക്കുമ്പോൾ വായു പൊള്ളണ്ടേ? അഗ്നിയിൽ നിന്നുണ്ടായതാണ്. ആ അർത്ഥത്തിലല്ല. അവിടെ ആ ചൈതന്യ ബന്ധത്തെ കാണിക്കുകയാണ്. ഭൗതികമായ ചില സമാനതകളുണ്ട്. പക്ഷെ ചൈതന്യം ഇതിനെ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. മൃത്യുവിൽ, മുക്തിയിലോ അത്രൈവ സമവലീയന്തേ പറയും. ഇതെല്ലാം ആ പരമാത്മാവിൽ തന്നെ വിലയിക്കുന്നു. പിന്നെ അവിടെ വെഷ്ടി സമഷ്ടി എന്നുള്ള ഭേദത്തിലല്ല. വെഷ്ടിയിൽ നിന്ന് സമഷ്ടിയിലേക്ക് പോവുക, തിരിച്ച് വെഷ്ടിയിലേക്ക് വരിക, മരണത്തിലേക്ക് പോവുക, വീണ്ടും ജനിക്കുക, അങ്ങനെ സംഭവിക്കുന്നില്ല. ഈ വെഷ്ടി സമഷ്ടി ഭാവങ്ങളെല്ലാം വെടിഞ്ഞിട്ട് അത് സ്വസ്വരൂപത്തിലേക്ക് ഏകീഭവിക്കുന്നു. ഏകീഭവനം എന്നൊക്കെ പറയുന്നതൊരു ആലങ്കാരികമായ പ്രയോഗമാണ്. ഇതിന്റെ പരമാർത്ഥത്തെ ബോധിക്കുന്നവന് ഈ ചൈതന്യത്തിൽ നിന്ന് അന്യമായി അവിടെ വെഷ്ടി സമഷ്ടി ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് പറയുന്നത് ആ പ്രത്യേക രൂപത്തിൽ തന്നെ വിലയിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല. അത് സമഷ്ടിയിലേക്ക് വിലയിക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ അതിന്റെ കാരണത്തിലേക്ക് വിലയിക്കുന്നു എന്ന് പറയാം. ഇതിന് കാരണമായിരിക്കുന്നത് എന്തെന്നുള്ളതാണ് ഇവിടെ ചിന്തിക്കുന്നത്. അത് അവസാനം പറയും. വാഗഗ്നിമപ്യേരി, വാക്ക് അഗ്നി പ്രാപിക്കുന്നു. വാദം പ്രാണോ അപ്യേരി, പ്രാണൻ വായുവിനെ പ്രാപിക്കുന്നു. ചക്ഷുരാദിത്യമപ്യേരി, ചക്ഷുരിന്ദ്രിയം ആദിത്യനെ പ്രാപിക്കുന്നു. ഇത് അപ്യേതി ഇത് സർവത്ര സമ്പത്തി. വിലയം, പ്രളയം, സർവത്ര മരണത്തിൽ അങ്ങനെ ഒരു പ്രളയം സംഭവിക്കുന്നു. ഈ കർണങ്ങളെല്ലാം നിശ്ചേഷ്ടങ്ങളായി ചൈതന്യം ഇതിനുപേക്ഷിച്ചു അതാതിന്റെ ഉറവിടങ്ങളിലേക്ക് തിരിച്ചുപോയി. ആവശ്യമുണ്ടെങ്കിൽ തിരിച്ചു വരും. തിരിച്ചു വരാൻ ഇത് വേണമെന്നില്ല. ഇത് പോയില്ലേ, ഇത് നശിച്ചു പോയില്ലേ. മനഃചന്ദ്രം, മനസ്സ് ചന്ദ്രനെ, ഇവിടെ എല്ലാം മനസ്സെന്ന് പറഞ്ഞാൽ ഈ മനസ്സ് പോയി ചന്ദ്രനിലിരിക്കുന്നു എന്നല്ല. പദാർത്ഥം അതാണെങ്കിലും മനസ്സിന്റെ അധിഷ്ഠാനമായിരിക്കുന്ന ചൈതന്യം, ചന്ദ്രന് അധിഷ്ഠാനമായിരിക്കുന്ന ചൈതന്യത്തോട് ഏകീഭവിക്കുന്നു. ചൈതന്യങ്ങളാണ്. ദിശശ്രോത്രം, ശ്രോത്രം ദിക്കിനെ, പൃഥിവി ശരീരം, പൃഥിവിയും ഈ സ്ഥൂലമായ ശരീരം, അവിടെയും ഉദ്ദേശിക്കുന്ന എന്താണ്?
ഈ സ്ഥൂലമായ ശരീരം മണ്ണിൽ വിലയിക്കുന്നു എന്നല്ല. സാധാരണ അങ്ങനെ പറയും, ഇത് മണ്ണിനോട് ലയിച്ചു ചേർന്നു. കാരണം ഈ ശരീരം മണ്ണ് മാത്രമല്ല മണ്ണിൽ ലയിക്കാൻ, ഇതിന് പഞ്ചഭൂതങ്ങളുമുണ്ട്. അവയെല്ലാം കൂടി എങ്ങനെ മണ്ണിൽ വിലയിക്കുന്നു? ഇതിന്റെ ഒരംശം മാത്രമാണ് പൃഥിവി. അതിൽ കൂടുതൽ ഇതിൽ ജലമുണ്ട്, അഗ്നിയുണ്ട്, വായുവുണ്ട്, എല്ലാ തത്വങ്ങളും ഇതിനകത്തുണ്ട്. ഇപ്പൊ ഭൗതികമായ വിലയത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇവിടെ പറയുന്ന ആ ചൈതന്യം, ആ ചൈതന്യത്തോടെ ഏകീഭവിക്കുന്നു. ഈ പൃഥ്വിയിൽ നിന്നും അല്ലെങ്കിൽ ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നും ഇങ്ങനെ ഒരു ശരീരം രൂപപ്പെട്ടു വന്ന എങ്ങനെ? അതിന്റെ പിന്നിൽ ആ ചിത്ത് പ്രവർത്തിച്ചതുകൊണ്ടാണ്. അത് ഈ ശരീരത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെവിടെ പോകും? ശരീരം എവിടെ പോകുന്നു എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. ശരീരത്തിന് സംഭവിക്കുന്ന കേവലം പരിണാമമാണ്. അത് എപ്പോഴും പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. സ്ഥൂലമായ ഭൗതികമായ മാറ്റം. ഇത് പറയുന്ന ആധ്യാത്മികമായ മാറ്റത്തെക്കുറിച്ചാണ്. ആധ്യാത്മികമായി എന്ത് സംഭവിക്കുന്നു? ഈ ശരീരത്തിന്, ഈ സ്ഥൂലപിണ്ഡത്തിന് നിലനിർത്തിയിരുന്ന ചൈതന്യം, ഇതിനെ പ്രവർത്തിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ ഇതിന് ഊർജം കൊടുത്തിരുന്ന ചൈതന്യം, അത് ഈ സമഷ്ടി പൃഥ്വി തത്വത്തിന് നിലനിർത്തുന്ന ആ ചൈതന്യത്തോടെ ഏകീഭവിച്ചു. പൃഥ്വിയും ശരീരം, ആകാശം, ആത്മാ, അത്ര ആത്മാ അധിഷ്ഠാനം ഹൃദയാകാശം ഉച്യതേ. ആത്മാവ് ആകാശത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. ആത്മാവ്, പരമാത്മാവ്, സർവവ്യാപി, അതങ്ങനെ ആകാശത്തെ പ്രാപിക്കുന്നത്. ആകാശം പോലും അതിന്റെ ഒരു സൃഷ്ടിയാണ്. അപ്പോ ഇവിടെ പറയുന്ന ഈ ശരീരത്തിൽ ഈ ജീവനെ ഉറപ്പിച്ചു നിർത്തുന്ന ആധാരം ഹൃദയാകാശം എന്ന് പറയുന്നു. ഹൃദയാകാശം എന്ന് പറയുന്നു. സ്ഥൂലമായ ഈ ഹൃദയം എന്നുവെച്ചാൽ നമ്മുടെ ശരീരം കയറി മുറിച്ച് നോക്കുമ്പോൾ ഒരു ഹൃദയം, അതിൻ്റെ ഉള്ളിലുള്ള ഒരാകാശം എന്നുള്ള അർത്ഥത്തിലല്ല. ആകാശം എന്ന് പറയുന്ന ഒരു വസ്തുവിന്റെ പ്രത്യേകത തന്നെ എന്താണ്? അതേതെങ്കിലും ഒന്നിന്റെ ഉള്ളിലിരിക്കുന്നതല്ല. ആകാശത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഉള്ളും പുറവും അങ്ങനെ വ്യത്യാസം. അത് സൂക്ഷ്മവും വ്യാപകവുമായതുകൊണ്ട് അത് വ്യാപിയാണ്. വ്യാപിയായ ഒന്നിന് ഉള്ളും പുറവുമില്ല. ഈ സ്ഥൂലമായ ശരീരത്തിന് ഉള്ളും പുറവുമുണ്ട്. ശരീരത്തിന്റെ ഉള്ളുണ്ട്, പുറമുണ്ട്. കാരണം ഇത് പരിച്ഛിന്നമാണ്. ആകാശം അങ്ങനെയല്ല, സൂക്ഷ്മവും വ്യാപിയുമാണ്. ഇവിടെ പറയുന്നു ജീവന്റെ സ്ഥാനം. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഹൃദയമാണ്. ഹൃദയത്തിന്റെ സ്ഥാനം ആകാശമാണ്. അതിന് ഹൃദയാകാശം എന്നെല്ലാം പറയും. ഹൃദയാകാശത്തിന് ചിലടത്ത് ചിത്തം എന്നും പറയും, ചിലടത്ത് അങ്ങനെ പറയും, ചൈതന്യം എന്നും പറയും. ഇവിടെയും ആകാശം കൊണ്ട് ഉദ്ദേശിക്കുന്ന ചൈതന്യത്തെയാണ്, ഭൗതികാകാശത്തെയല്ല. ആ ചൈതന്യം എന്ന് പറയുമ്പോൾ അത് ഈ ശരീരം
നേരത്തെ പറയുന്നത് ശരീരത്തിന് തന്നെ ആധാരമായിരിക്കും. എന്നാൽ ഈ ജീവനെ അത് മുഖ്യമായും സൂക്ഷ്മ ശരീരം സംഘാതത്തെ ആശ്രയിച്ചിരിക്കുന്ന ജീവൻ, ആ ജീവനും ആശ്രയമായിരിക്കുന്ന ഈ ചൈതന്യം, ഈ സ്ഥൂല ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്ന ജീവൻ, ഈ ശരീരത്തിലെ സൂക്ഷ്മ ജീവൻ, അതൊരു സംഘാതത്തെ ആശ്രയിച്ചിരിക്കുന്ന ചൈതന്യമാണ്. ആ സംഘാതത്തെയാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന മാംസപിണ്ഡത്തിനവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. അതിനകത്തല്ല ജീവൻ ഇരിക്കുന്നു. ജീവന്റെ സ്ഥാനം ഹൃദയം എന്ന് പറയുന്നതോ അത് കേവലം ഉപാസനയ്ക്ക് വേണ്ടി പറയുന്നതാണ്. മുമ്പ് അത് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കഠോപനിഷത്തിലാണെന്ന് തോന്നുന്നു. ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുന്നതിന് വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. ജീവന്റെ സ്ഥാനം ഹൃദയമാണ്. അതിൽ തന്നെ ചിലർ പറയും അത് ഇടത്താണ് വലത്താണ് എന്ന് പറയും. അല്ല ഇടത്ത്, വലത്തല്ല ഇടത്താണ്, അല്ല ഇടത്തല്ല വലത്താണ്, ഇങ്ങനെയൊക്കെ പറയും. ഈ പറയുന്നതൊക്കെ അതിന് പ്രത്യേകിച്ചൊരു സ്ഥാനമുണ്ടെന്നോ എന്നുള്ള അർത്ഥത്തിലല്ല. ഉപാസന എന്ന് പറയുന്നത് കേവലം കൽപ്പനയാണ്, ഭാവനയാണ്. അതിനൊരു അധിഷ്ഠാനം വേണം. അത് എവിടെയായാലും സൗകര്യമുള്ളത്. അത് ഹൃദയം അതാകാം, അത് കുറച്ച് കാണാനൊക്കെ ഭംഗിയുള്ളതാണ്, താമരപ്പൂ പോലെ ഇരിക്കുന്നതാണെന്നൊക്കെ പറയും, താമരമുട്ട് പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് കൊള്ളാം. ഒരു നല്ല സ്ഥാനം, സാളഗ്രാമം പോലെ ശിവലിംഗം പോലെ ഒക്കെയുള്ളൊരു സ്ഥാനം, അങ്ങനെ അതിനെ പറയുന്നു. അത് വേറെ സ്ഥാനത്തെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഒരാൾ പറയുന്നത് മൂലാധാരത്തിലാണ്, വേറൊരാൾ പറയുന്നല്ല ഭ്രൂമധ്യത്തിലാണ്, വേറൊരാൾ പറയുന്നതല്ല വേറെ സ്ഥാനത്താണ്, ശിരസിലാണ്. പല രീതിയിലും പറയാം. അതുപോലെയുള്ളൂ ജീവന്റെ സ്ഥാനം ഹൃദയം എന്ന് പറയുന്നത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ അതിന്റെ പ്രാധാന്യം എന്താണ്? ഹൃദയം എന്ന് പറഞ്ഞാൽ ചൈതന്യത്തെ എടുക്കണം. മുമ്പ് ചില സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അത് ചിത്തം, ഹൃദയാകാശം എന്ന് പറയുന്ന ചിത്തമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആ ചൈതന്യം, അതിനുള്ള ആത്മാവെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് അതിന് ആത്മശബ്ദം പ്രയോഗിച്ചത്. ആത്മധ്യാനത്തിനും അതല്ലേ ഉപയോഗിക്കുന്നു. അഹംഗ്രഹ ധ്യാനം സാറിന് പറയുമ്പോഴും അങ്ങനെ തന്നെ. ഹൃദയം, എന്റെ ഹൃദയം ഞാൻ നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സ് സമർപ്പിച്ചു എന്നാണല്ല, ഹൃദയത്തെ പറിച്ചെടുത്ത് ആരെങ്കിലും സമർപ്പിക്കും. അവിടെയൊക്കെ മനസ്സെന്നുള്ള അർത്ഥത്തിലാണ്. മനസ്സെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ചൈതന്യം. ഇവിടെയും പറയുന്നു ഹൃദയാകാശം എന്ന് പറഞ്ഞാലും ആകാശമല്ല, ആ ചൈതന്യം എന്നെടുക്കണം. ആത്മാന്ന് പറയുമ്പോൾ ചൈതന്യം എന്ന് തന്നെ അതിൻ്റെ അർത്ഥം. ആ ചൈതന്യം എവിടേക്ക് പോകുന്നു? ആകാശം. കേവലം ഈ വ്യഷ്ടിയായ ഈ ശരീരത്തിൽ ഈ ജീവന് ആധാരമായിരിക്കുന്ന ആ ചൈതന്യം, ഈ സമഷ്ടിയായ വിരാട്ടിന്റെ അല്ലെങ്കിൽ സൂത്രാത്മാവിന്റെ ആധാര ചൈതന്യം ആ ചൈതന്യത്തിലേക്ക് ഏകീഭവിക്കുന്നു. ആണ് പറയുന്നത് ഈശ്വര സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നു. വീണ്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, അവിടേക്ക് പോകുന്നു. മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അടുത്ത് പോകും, സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ ദേവതയുടെ അടുത്ത് പോകും എന്നൊക്കെ പറയുന്നതിന്റെ തത്വം ഇതാണ്. പല പോക്കുവരവനെ കുറിച്ചും പറയുന്നുണ്ട്. ഉത്തരായണത്തിൽ പോകുന്നു, ദക്ഷിണായനത്തിൽ പോകുന്നു, ഹിരണ്യഗർഭനെ പ്രാപിക്കുന്നു,
കാര്യബ്രഹ്മത്തെ പ്രാപിക്കുന്നു, പല രീതിയിലും പറയും. ആ ജീവന് ആധാരമായിരിക്കുന്ന ആ ചൈതന്യം ഒരു ഇന്ദ്രിയത്തിനും ആധാരമായിരിക്കുന്ന ചൈതന്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജീവനാധാരമായിരിക്കുന്ന ചൈതന്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇന്ദ്രിയത്തിനും ആധാരമായിരിക്കുന്ന ചൈതന്യം കണ്ണുകൊണ്ട് കാണുന്നു, കാഴ്ച, കേൾക്കുന്നു, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചൈതന്യത്തിൽ. ഇവിടെ ജീവന്റെ ആധാരമായിരിക്കും ചൈതന്യം. അത് അഹം സ്ഫുരണത്തിൽ നിന്ന് തുടങ്ങും. ഇവിടെ നിന്ന് ഈ അഹം സ്ഫുരണം അത് ആ ചൈതന്യത്തിൽ നിന്നാണ്. ആ ചൈതന്യത്തിന്റെ അഭിവ്യക്തിയാണത്. നേരത്തെ അഗ്നിയുടെ അഭിവ്യക്തി എന്ന് പറഞ്ഞതുപോലെ. അതാണ് ജീവന്റെ അഭിവ്യക്തി. അതിന് ആധാരമായിരിക്കുന്ന ചൈതന്യത്തെയാണ് ജീവചൈതന്യം എന്ന് പറയുന്നത്. നമ്മളൊരാളിന് ജീവനുണ്ടോ ഇല്ലയോ എന്നറിയുന്നു. എന്തെങ്കിലും പ്രതികരണം ഉണ്ടെങ്കിൽ പറയാം അവിടെ ജീവനുണ്ട്. സ്ഥൂലമായ ശരീരത്തിന്റെ പ്രതികരണമോ അല്ലെങ്കിൽ അതിസൂക്ഷ്മമായ ഹൃദയമിടിപ്പോ അല്ലെങ്കിൽ അതിന് സൂക്ഷ്മമായ തലച്ചോറിന്റെ എന്തെങ്കിലും പ്രവർത്തനങ്ങളോ ബ്രെയിനിന്റെ അത് പറയാം അവിടെ ജീവനുണ്ട് എന്ന് പറയും. എന്നിട്ടാണ് ജീവനുണ്ടെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ശരി, സ്വന്തം ജീവനുണ്ടെന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഇതൊക്കെ അന്യനിൽ ജീവനുണ്ടോ, അന്യ ശരീരത്തിൽ ജീവനുണ്ടോ എന്ന് തീരുമാനിക്കുന്ന കാര്യമാണ്. തനിക്ക് ജീവനുണ്ടോ എന്നെങ്ങനെ അറിയും? തനിക്ക് ജീവനുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉണർന്നിരിക്കുമ്പോഴേ പറ്റും. തനിക്ക് ജീവനുണ്ടെന്നുള്ളതിന്റെ തെളിവ് എന്താണോ? ഈ അഹംസ്ഫുരണം. അതാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ ഇത് പരിശോധിക്കാൻ ഒക്കത്തില്ല. ഉറക്കത്തിൽ ഞാൻ മരിച്ചതുപോലെ ഉറങ്ങിയിരുന്നു. അത് മരണം തന്നെ. അവിടെ തനിക്ക് ജീവനുണ്ടെന്നുള്ളതിന് തന്റെ കയ്യിലൊരു തെളിവുമില്ല. മറ്റുള്ളവർ പറയും അവൻ ചത്തിട്ടില്ല, ഉറങ്ങുകയാണെന്ന് പറയും. തന്നെ സംബന്ധിച്ച് വല്ല തെളിവുണ്ടോ? ഇല്ല. ഉറങ്ങുന്ന ആ സമയത്ത് താൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന് തന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ല. എന്തുകൊണ്ടവിടെ അഹംസ്ഫുരണമില്ല? ചത്തതുപോലെ എന്ന് പറയും. ഉണർന്നതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് തെളിവുണ്ടാക്കാം. ആ സമയത്ത് ഒരു തെളിവും കിട്ടത്തില്ല. എന്തുകൊണ്ട്? അഹംസ്ഫുരണമില്ല. അതുകൊണ്ടാണ് ഈ ജീവന്റെ തെളിവ് ആത്മനിഷ്ഠമായ അത് അഹംസ്ഫുരണമാണ്. ആ അഹംസ്ഫുരണത്തിന് അഹം അഭിവ്യക്തിക്ക് കാരണമായിരിക്കുന്ന ചൈതന്യം, അതിനാണ് ഇവിടെ പറയുന്നത് ഹൃദയാകാശം എന്ന് പറയുന്നത്. അതിവിടെ ആ വിരാട് ചൈതന്യത്തിലേക്ക് ഏകീഭവിക്കുന്നു. മരണസമയത്ത് സംഭവിക്കുന്ന കാര്യമാണ്. സാകാശം അപ്യേരി. ഇത് അതിസൂക്ഷ്മമായതാണ് ഇവിടെ പറഞ്ഞത്. അതുപോലെ സ്ഥൂലമായി ശരീരത്തിൽ സംഭവിക്കുന്നു. അടുത്ത് എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് പറയുന്നു. ഓഷധി അപിയന്തി ലോമാനി. ഈ ശരീരത്തിലുള്ള രോമങ്ങൾ, തലയിലുള്ള കേശങ്ങൾ, പൊതുവെ സ്ഥൂലമായ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞിരിക്കും. ഇതെല്ലാം നമ്മൾ കാണുന്നില്ലേ നശിച്ചു പോകുന്നതായിട്ട്. ആ നാശം എന്താണ്? പരിണാമമാണ്. അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ചൈതന്യം ചൈതന്യത്തോട് ലയിക്കുന്നു. ഈ പൃഥ്വിയുടെ രോമങ്ങളാണ് ഈ വൃക്ഷങ്ങളെന്ന് പറയും വേദത്തിൽ തന്നെ. മറ്റു ഭാഗങ്ങളിൽ പറയും ഈ ശരീരത്തിലെ ഈ വെഷ്ടിയിലെ രോമങ്ങളെപ്പോലെ. അവിടെയെല്ലാം ഉദ്ദേശിക്കുന്ന ചൈതന്യമാണ്. ഈ പൃഥ്വി വൃക്ഷങ്ങൾ നിൽക്കുന്ന പോലെയല്ല ഈ ശരീരത്തിൽ ഇത് നിൽക്കുന്നത്. അപ്പൊ സമാനതയുള്ളതിനെ കൂട്ടി യോജിപ്പിക്കുന്നു. ഇതിനെ നിലനിർത്തുന്ന ആ ചൈതന്യം
ആ സമഷ്ടി ചൈതന്യത്തോടെ ഏകീഭവിക്കുന്നു. അതിനും ഉണ്ട് ഈ വൃക്ഷലതാദികൾക്കൊണ്ടൊരു ചൈതന്യം, ആധാരം, അതിനോട് ഏകീഭവിക്കുന്നു. വനസ്പതിനപിയന്തി കേശാക വനസ്പതികൾ അതുപോലെ അപ്സുലോഹിതം ചരേതശ്ച നിധീയതേ രക്തരേതസ്സുകളെല്ലാം ആ ചൈതന്യം ജലത്തിനാധാരമായിരിക്കുന്ന ചൈതന്യത്തിലേക്ക് ഏകീഭവിക്കുന്നു. കാരണം ഭൗതികമായി ഈ വസ്തുക്കൾക്ക് സമാനതകളുള്ളതുകൊണ്ട് ആണ് പറയുന്നത് ആ ചൈതന്യം ചൈതന്യത്തോടെ ഏകീഭവിക്കുന്നു. ഇത് പുനരാധാനലിംഗം സർവത്ര ഹി വാഗാദിശബ്ദേന ദേവത പരിഗൃഹ്യന്തേ നതു കർണാജ്ഞേവ അപക്രാമന്തി പ്രാങ് മോക്ഷാത്. ഇവിടെ പ്രാങ് മോക്ഷാത്, മോക്ഷത്തിന് മുമ്പുള്ള കാര്യം എന്ന് വെച്ചാൽ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. സർവത്ര ഹി വാഗാദിശബ്ദേന, ഇവിടെ വാഗെന്ന് തുടങ്ങി കേശം, രോമം, രക്തം, ബരേതസ് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഒന്നും ആ വസ്തുക്കളെ എടുക്കരുത്. ദേവതാഹ പരിഗ്രഹിന്റെ, സർവത്ര ദേവതയാണ്, ചൈതന്യമാണ്. ദേവത എന്ന് പറഞ്ഞാൽ ചൈതന്യം എന്തുകൊണ്ടെടുക്കുന്നു? ദേവത ദ്യോതനെ പ്രകാശിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ചൈതന്യമാണ് ഇവിടെ പ്രകാശിക്കുന്നത്. ചൈതന്യം മാത്രമാണ് പ്രകാശിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ദേവത എന്ന് പറയുന്നത്. ഇന്നതു കർണാനി ഏവ അപക്രാമന്തി, അല്ലാതെ കരണങ്ങളുടെ ലയത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. അങ്ങനെ തെറ്റിദ്ധരിക്കരുതെന്നർത്ഥം. പ്രാങ്മോക്ഷ, മുക്തിക്ക് മുമ്പുള്ള കാര്യം പറയുകയാണ്. സർവലയം വരും, അത് സർവവും ചിത്തായി തന്നെ മാറും. അവിടെ പിന്നെ സമഷ്ടി വെഷ്ടി എന്നുള്ള ഭേദങ്ങളൊന്നുമില്ല. ഇവിടെ പറഞ്ഞു അസമ്യക് ദർശന. അസമ്യക് ദർശിയുടെ കാര്യം പറയുന്നത് സമ്യക് ദർശനത്തിൽ തന്നിൽ നിന്ന് അന്യമായി ഒന്നും തന്നെ ശേഷിക്കുന്നില്ല. പിന്നെ അവിടെ സമഷ്ടി വെഷ്ടി ഒന്നുമില്ല. സർവമാ ചൈതന്യം തന്നെ. അതല്ല ഇവിടെ പറയുന്നത്. തത്ര ദേവതാഭിരനധിഷ്ഠിതാനി കർണാനി നിസ്തദാത്താദ്യുപമാനാനി മരിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ കയ്യിലൊരു ദാത്രം, അരിവാളിടും, പുല്ലും മറ്റും അരിയാൻ ഉപയോഗിക്കുന്ന അരിവാൾ, അതയാളുകൊണ്ട് അത് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ ദൂരേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാലോ പിന്നെ അതെന്താ അജഡം നിശ്ചേഷ്ടം, അത് പിന്നെ മണ്ണിൽ കിടന്ന് തുരുമ്പെടുത്ത് പോകും. അതുകൊണ്ട് ആ പ്രവൃത്തി പിന്നെ ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ തന്നിലിരുന്ന ചൈതന്യം, ജീവചൈതന്യം അത് ഈ ശരീരത്തിലേക്ക് വ്യാപിച്ച്, അത് ഹസ്തത്തിലേക്ക് വ്യാപിച്ച്, അത് പിന്നെ ദാത്തത്തിലേക്ക് വ്യാപിച്ച് അതിനെ ചലിപ്പിച്ചാലേ അതുകൊണ്ട് കർമ്മം നടക്കത്തുള്ളൂ. ന്യസ്തദാത്രം എന്ന് പറഞ്ഞാൽ അതങ്ങ് ഉപേക്ഷിച്ചു. ഉപേക്ഷിച്ചാൽ അതിൽ ഒന്നുമില്ല, നശിക്കുന്ന ഒരു വസ്തു. അതുപോലെ ദേവതാഭിർ അനധിഷ്ഠിതാനി, ഇവിടെ എന്തെല്ലാം കാണുന്നുണ്ടോ ഇതെല്ലാം ചൈതന്യമയമാണ്. ചൈതന്യമായ അധിഷ്ഠാനത്തോടുകൂടി ഇതാണ് എല്ലാത്തിനും ഉണ്ട് ചൈതന്യം. അചേതനമെന്ന് തോന്നുന്നതിന് അതിന്റെ പിന്നിലുണ്ട് ദേവത. നമ്മൾ കേശരോമങ്ങളൊക്കെ അചേതനമെന്ന് ധരിക്കുന്നതല്ല, അതിനുണ്ട് ചൈതന്യം. അങ്ങനെ ചേതന അചേതന രൂപത്തിൽ എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ ആ ചൈതന്യം ഇതിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് ന്യസ്തദാത്രം പോലെയാണ്, കൈവിട്ടുപോയ ആയുധം പോലെയാണ്. അതങ്ങ് നശിക്കും, പിന്നെ അതിനെ കൊണ്ട് പ്രയോജനമൊന്നുമില്ല. തത്ര ദേവതാഭിർ അനധിഷ്ഠിതാനി കർണാനി
ഈ ദേവതകൾ അധിഷ്ഠാനമല്ലാതെ വരുന്ന കർണങ്ങൾ ന്യസ്തദാത്രാദ്യുപമാനാനി, അതിനെ ന്യസ്തദാത്രത്തോട് ഉപമിക്കാം. വിദേഹശ്ച കർത്ത പുരുഷോ അസ്വതന്ത്ര കിമാശ്രിതോ ഭവതി പൃച്ഛത്തെ. ഈ പുരുഷൻ, ഈ ജീവൻ ദേഹശൂന്യനായി പുരുഷനും അവിടെ നിലനിൽപ്പില്ല, അവനും ഒരാശ്രയമില്ല, ഇതെല്ലാം പോയില്ലേ. വിദേഹസ്ഥ കർത്ത പുരുഷ സ്വതന്ത്രനായി, ഇപ്പൊ അവന് സ്വാതന്ത്ര്യമുണ്ട്, അവൻ അറിയുന്നു, ഇച്ഛിക്കുന്നു, പ്രവർത്തിക്കുന്നു. ഇതാണ് സ്വാതന്ത്ര്യം. ഓരോ ജീവനും ഈ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അറിയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ആഗ്രഹിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം. മരണത്തിൽ ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. പിന്നെ അവനൊന്നും അറിയാൻ പറ്റുന്നില്ല. അവിടെ ഇരുള്, അന്ധത മാത്രം. അതുവരെ അറിഞ്ഞതേ ഉള്ളൂ, പിന്നെ അറിയാൻ കഴിയുന്നില്ല. അതാണ് അസ്വതന്ത്രനായി. കിമാശ്രിതോ ഭവതി, പിന്നെ ഇവൻ എന്തിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്? ഈ ചൈതന്യം. എന്തായാലും ഇതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എന്തിനെ ആശ്രയിച്ച് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അവസാനിക്കുന്നില്ലല്ലോ. ഇതെവിടെ നിന്നാ വന്നത്? ഇനി ഇതെങ്ങോട്ടാ പോകുന്നത്? അപ്പോ ഈ വരവ് പോക്കിന് ആധാരമായിരിക്കുന്ന എന്താണ്? എന്തിനെ ആശ്രയിച്ചിട്ടാണ് ഈ വരവും പോക്കും? ഇതാണ് ചോദ്യത്തിന്റെ താല്പര്യം. യാജ്ഞവൽക്യനോട് ചോദിക്കുന്നത് താല്പര്യം ഇതാണ്. അത് ഇത്രയും ഇവിടെ വിശദീകരിച്ച് പറഞ്ഞെങ്കിലും മരണശേഷമുള്ള ഈ ജീവന്റെ ഗതി എന്തിനെ ആശ്രയിച്ചിട്ടാണ്? അല്ലെങ്കിൽ ജന്മം, ജീവന്റെ ജന്മം എന്തിനെ ആശ്രയിച്ചിട്ടാണ്? അങ്ങനെ ചോദിക്കാൻ കാരണം മരണത്തിലെല്ലാം അവസാനിക്കുന്നു, എല്ലാം നശിക്കുന്നു, ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. ഒന്നും അവശേഷിക്കാതിരിക്കെ പിന്നെ ഇതെന്തിനെ ആശ്രയിക്കുന്നു? ജനിക്കാൻ ആശ്രയിക്കുന്ന എന്തിനാണ്? ഇതാണ് ചോദ്യത്തിന്റെ താല്പര്യം. പക്ഷെ ആ ചോദ്യം വളരെ സൂക്ഷ്മമായി ചോദിച്ചു എന്നേ ഉള്ളൂ, സ്ഥൂലമായിട്ടല്ല. സ്ഥൂലമായി പറയുകയാണെങ്കിൽ എങ്ങനെ മരിക്കുന്നു, എങ്ങനെ ജനിക്കുന്നു, ഇത്രയുള്ള ചോദ്യത്തിന്റെ താല്പര്യം. ക്വായം തഥാ പുരുഷോ ഭവതി, ഈ ജീവനപ്പോ എവിടെയാണ് മരിച്ചു കഴിഞ്ഞാൽ? കിമാശ്രതഥാ പുരുഷോ ഭവതി, എന്തിനെ ആശ്രയിച്ചിട്ടാണ് ആ പുരുഷൻ നിൽക്കുന്നത്? യം ആശ്രയം ആശ്രിത്യ പുനഃ കാര്യകരണ സംഘാതം ഉപാദത്തെ. അതാണ് ആ ചോദ്യത്തെ ഭാഷ്യകാരൻ വിശദീകരിക്കുകയാണ്. എന്തിനെ ആശ്രയിച്ചിട്ടാണ്? എല്ലാം ചൈതന്യരൂപത്തിലായി എല്ലാ ചൈതന്യവും അതാത് സമഷ്ടിയോട് ഏകീഭവിച്ച് നിൽക്കുമ്പോൾ പിന്നെ ഈ ജീവൻ എന്തിനെ ആശ്രയിച്ചിട്ട് പുനഃ വീണ്ടും കാര്യകരണ സംഘാതം, ഈ ശരീരം ഉപാദത്തെ സ്വീകരിക്കുന്നു? ഏന ഗ്രഹ അതിഗ്രഹ ലക്ഷണം ബന്ധനം പ്രയുജ്യതേ. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഗ്രഹ അതിഗ്രഹം, ഇന്ദ്രിയം, വിഷയം, ഇന്ദ്രിയങ്ങളിലൂടെ വിഷയത്തെ ഗ്രഹിക്കുക, ഈ ബന്ധനത്തെ അവൻ എങ്ങനെ പ്രാപിക്കുന്നു? തത്കിമിതി പ്രശ്നഃ. ഇവിടെ ഈ പ്രശ്നം, ഈ ചോദ്യം എന്ന് പറയുന്ന ആധ്യാത്മികമായ പ്രശ്നമാണ്. സമാധാനവും ആധ്യാത്മികമായ സമാധാനമാണ്. മരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനനം എന്ന് പറയുന്നത് ശരീരത്തിന്റെ അല്ലെങ്കിൽ ഭൂതങ്ങളുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഊർജത്തിന്റെ എല്ലാം പരിണാമമാണ് സംഭവിക്കുന്നതെന്ന് പറയുന്നിടത്ത് അതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് ചോദിക്കുന്നത് ഭൗതികമായ പ്രശ്നം. അതിന് കണ്ടെത്തുന്ന സമാധാനങ്ങളും ഭൗതികമായ സമാധാനം. ഇവിടെ ജനനം മരണം എന്ന് പറയുന്നതിനെ ഭൂതപരിണാമമായിട്ടല്ല സ്വീകരിച്ചിരിക്കുന്നത്, ചൈതന്യ പ്രളയമായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. രണ്ട് കാര്യമാണ്. ഇതിന് ഭൂതപരിണാമമായി നമ്മൾ പഠിക്കുന്നതാണ് ഭൗതിക ശാസ്ത്രം എന്നുള്ളത്. ചൈതന്യ പ്രളയമായി ഗ്രഹിക്കുന്നതാണ് ആധ്യാത്മിക ശാസ്ത്രം. രണ്ടിന്റെ ഉത്തരം രണ്ടായിരിക്കും, ഒന്നായിരിക്കും. ഭൂതങ്ങളെ ആശ്രയിച്ചാണ് പഠനം നടത്തുകയാണെങ്കിൽ
ജനനം ഇന്നതാണ്, മരണം ഇന്നതാണെന്നുള്ളതിന് പല പല സിദ്ധാന്തങ്ങളും കാണും. അന്വേഷിക്കുന്നവർ പല പല നിഗമനത്തിൽ എത്തിച്ചേരും. അത് ഭൂതങ്ങളെ ആശ്രയിച്ചിട്ടുള്ളതാണ്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഇത് രണ്ടുത്തരമായിരിക്കും കിട്ടുന്നത്. ഇവിടെ അങ്ങനെയാണ്. ഇവിടെ ആധ്യാത്മികമാണ് പ്രശ്നം. ഇവിടെ ചൈതന്യത്തിന്റെ ദൃഷ്ടിയിലാണ് ചോദ്യം, ചൈതന്യത്തിന്റെ ദൃഷ്ടിയിലാണ് മറുപടി. പ്രജിതേ തത്കിമിതി പ്രശ്ന. അതാ ആധ്യാത്മികമാണ് ഇവിടുത്തെ ചോദ്യം. ഈ ചൈതന്യം വിലയിക്കുന്നു എന്നറിയാം. പിന്നീട് ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഈ ജന്മം എങ്ങനെ ഉണ്ടായി, അതാണ് ചോദ്യം. അത്ര ഉച്ചതേ. ഇവിടെ ഭാഷ്യകാരൻ ഇതിനെ വിശദീകരിക്കുന്നു. ഇതിന് പല സമാധാനമുണ്ട്. അതാണിപ്പോൾ ഞാൻ പറഞ്ഞത്. എങ്ങനെ ജന്മം സംഭവിക്കുന്നു, മരണം എന്തായാലും സംഭവിക്കുന്നു എന്നെല്ലാവർക്കും അറിയാം. പക്ഷെ ജന്മം എങ്ങനെയാണ് സംഭവിക്കുന്നു? സ്വഭാവ യദൃച്ഛ കാല കർമ്മ ദൈവ വിജ്ഞാന മാത്ര ശൂന്യാനി വാദിഭി പരികൽപ്പിതാനി. ഇതിനെക്കുറിച്ച് വാദികൾ പല കൽപ്പനകളും ചെയ്തു. വാദികളെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർ. സ്വഭാവ യദൃച്ഛ എന്ന് പറയുന്നു ഒരുമിച്ചാണ്. ഏറ്റവും എളുപ്പത്തിലുള്ള സമാധാനം ഇതാണ്. എന്തുകൊണ്ട് ജന്മം സംഭവിക്കുന്നു? കൂടുതലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആർക്കും പറയാം. സ്വഭാവം, ആ സ്വഭാവം എങ്ങനെയാണ്? യദൃച്ഛ, യാദൃച്ഛികമായി ഇതിങ്ങനെ സംഭവിക്കുന്നു. അത് ഇതിന്റെ സ്വഭാവമാണ്. എന്താ സ്വഭാവം? അത് യാദൃച്ഛികം. യാദൃച്ഛികം എന്താണ്? സ്വഭാവം. സ്വഭാവം എന്താണ്? യാദൃച്ഛികം. യാദൃച്ഛികം എന്താണ്? സ്വഭാവം. ഇത് ചാർവാകൻ പറയുന്നതാണ്. ഇതെങ്ങനെ ഉണ്ടായി? യാദൃച്ഛികം. അതെങ്ങനെ യാദൃച്ഛികം? അത് ഇതിന്റെ സ്വഭാവമാണ്. ഇങ്ങനെ യാദൃച്ഛികമായി സംഭവിക്കുക. കൂടുതൽ ചിന്തിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അന്വേഷണത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഇതാർക്കും പറയാം. എന്തിന്റെ സ്വഭാവം? എന്താണോ ഉണ്ടായത് അതിന്റെ സ്വഭാവം. ഒരു തത്വത്തെ എടുക്കുക, പൃഥിവി. ഈ പൃഥിവി എങ്ങനെയുണ്ടായി? അതതിന്റെ സ്വഭാവം. ഏതിന്റെ സ്വഭാവം? പൃഥിവിയുടെ സ്വഭാവം. അത് ഇത് എങ്ങനെ സംഭവിച്ചു? അതിന്റെ സ്വഭാവം. അത് യാദൃശ്ചികമായി സംഭവിച്ചു. അന്വേഷണം ആവശ്യമില്ല. സമാധാനം എളുപ്പം കിട്ടും. കാലം എല്ലാം എങ്ങനെ സംഭവിക്കുന്നു? കാലം എല്ലാത്തിനെയും ഉണ്ടാക്കുന്നു. ജനിച്ചത് കാലത്തിലല്ലേ? മരിക്കുന്ന കാലത്തിലല്ലേ? സൃഷ്ടികാലത്തിലല്ലേ? സംഹാരം കാലത്തിലാണ്. പിന്നെ എല്ലാത്തിനും കാരണം കാലം. കാലമാണ് സർവമെന്ന് കരുതുന്നവർ. കർമ്മം വൈദികന്മാർ പറയുന്നു. കർമ്മം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അതായത് കർമ്മം എല്ലാത്തിനും ക്ഷമമാണ്, സക്ഷമമാണ്. അവിടെ ഈശ്വരൻ പോലും ആവശ്യമില്ല. കർമ്മം തന്നെ സർവസൃഷ്ടിക്കും കാരണമായിരിക്കുന്നു. അതുകൊണ്ട് സംഭവിക്കുന്നു. ദൈവം ചെല്ലു പറയുന്നു. ദേവതകളെ ഉപാസിക്കുന്നവർ പറയുന്നു. ഒരു ദേവൻ സൃഷ്ടിച്ചതാണ്. ഒരു ദേവന്റെ പേര് പറയും എന്ന് പറയും. ദേവൻ ഏത് പേരും ഇടാം, ഏത് ഭാഷയിലും ഇടാം. കൃഷ്ണനെന്നോ രാമനെന്നോ കേശവനെന്നോ എക്സെന്നോ വൈയെന്നോ എന്ത് പേരും ഇടാം. അങ്ങനെയുള്ള ഒരു ദേവതയാണ് ഇതൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ദേവത ഉപാസകർ പറയുന്നു. വിജ്ഞാനം
കുറച്ചുകൂടി ആത്മനിഷ്ഠമായി ചിന്തിക്കുന്ന ബൗദ്ധന്മാർ പറയുന്നത് വിജ്ഞാനമാണ്, വിജ്ഞാനത്തിന്റെ വിലാസമാണ് ഇതെല്ലാം. തന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന വിജ്ഞാനമാണിതിങ്ങനെ ആയിരിക്കുന്നത്. വിജ്ഞാനം മാത്രമാണ്, വിജ്ഞാനമല്ലാതെ മറ്റൊന്നുമില്ല. അതാണ് ഈ സൃഷ്ടി, ജന്മത്തിന് കാരണം വിജ്ഞാനമാണ്. ഇനി മറ്റൊരു കൂട്ടർ പറയുന്നു ഇതെല്ലാം ശുദ്ധ ശൂന്യത്തിൽ നിന്നിങ്ങനെ വരുന്നതാണ് എന്നൊരു കൂട്ടർ പറയുന്നു. ശൂന്യം അതാണ്. എന്താ ശൂന്യം അതറിയത്തില്ല. ശൂന്യത്തെ നിർവചിക്കാനും പറ്റത്തില്ല. ശൂന്യം എന്താ അത്? ഒന്നുമില്ലായ്മയാണോ എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇതെല്ലാം ഉണ്ടായി. ആ ഒന്നുമില്ലായ്മ എവിടെയായിരിക്കുന്നു? അതൊന്നും ചോദിക്കരുത്. ഇവിടെ ഇപ്പൊ എല്ലാം ഉണ്ടല്ലോ. സർവത്തിന്റെ ഉണ്മ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകാശം, ഭൂമി, വായു, അഗ്നി, ജലം, പൃഥ്വി, സർവത്തിന്റെയും സത്ത നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇങ്ങനെ പ്രകടമായത് ഏതോ ഒരു ശൂന്യത്തിൽ. ആ ശൂന്യം എവിടെയിരിക്കുന്നു? അത് ഇതിനൊക്കെ അപ്പുറമാണ്. വെറും ഒരു കൽപ്പന. വാദ്ഭി പരികൽപ്പിതാനി എന്ന് പറയുന്നത് ഇതെല്ലാം കൽപ്പനകൾ. അതും അനേക വിപ്രതിപത്തി സ്ഥാനത്വ. ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചവർക്കെല്ലാം പല അഭിപ്രായമാണ്. നൈവ ജൽപ്പന്യായേന വസ്തുനിർണയ. ഇത് ഓരോരുത്തരുടെയും ജൽപ്പനങ്ങളാണ്. അതായത് ജൽപ്പനം എന്ന് പറയുന്നത് എന്താണ്? ഒരേ അഭിപ്രായമുള്ള 10 പേര് കൂടിയിരുന്നിട്ട് അഭിപ്രായത്തെ രൂപീകരിക്കുന്നതിനാണ് ജൽപ്പനം എന്ന് പറയുന്നത്. ഒരു വിഷയത്തെക്കുറിച്ച് 10 പേർക്ക് ഒരേ അഭിപ്രായമാണ്. അവർ കൂടിയിരുന്നിട്ട് തീരുമാനിക്കുന്നു. എന്നുവെച്ചാൽ അവിടെ വാദിപ്രതിവാദികളില്ല. ഒരാശയത്തെ എന്താണ് എന്ന് ആത്യന്തികമായി നിർണയിക്കണമെങ്കിൽ അവിടെ രണ്ടു കൂട്ടരുണ്ട്. ഞാൻ പറയുന്നതിനെ എതിർക്കാൻ ആരുമില്ലെങ്കിൽ അത് വാസ്തവത്തിൽ നിർണയമാണ്, തീരുമാനിക്കാൻ പറ്റില്ല. അത് പരിശോധിക്കാൻ ആൾ വേണം. ഈ പറയുന്നത് ശരിയാണോ, അതിലെന്തെങ്കിലും ദോഷങ്ങളുണ്ടോ? അപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാൻ തയ്യാറാകണം. ഇതിന് വിരുദ്ധമായി വരുന്ന അഭിപ്രായം കേൾക്കാൻ തയ്യാറാണ്. എന്നിട്ട് പരിശോധിക്കും. ആണ് ഭാഷ്യത്തിൽ വരുന്നത്. എന്താണ്? പൂർവപക്ഷം സിദ്ധാന്തം. സിദ്ധാന്തം മാത്രം പോരെന്ന് ചോദിക്കും. എന്നാൽ അത് ജൽപ്പമായി പോകും. സ്വന്തം അഭിപ്രായം പറയുക. തത്വനിർണയത്തിന് അത് ശരിയാകത്തില്ല. ഗുരു പറഞ്ഞതുകൊണ്ട് ഞാൻ സ്വീകരിച്ചു. തത്വവിചാരത്തിൽ അങ്ങനെ ഒരു വഴി. അവിടെ ഗുരുവിന്റെ സമാധാനത്തിന് മാത്രമല്ല, ശിഷ്യന്റെ പ്രശ്നങ്ങൾക്കും തുല്യമായ പ്രാധാന്യമുണ്ട്. സിദ്ധാന്തം പോലെ തന്നെ പൂർവപക്ഷത്തിനുണ്ട് പ്രാധാന്യം. അല്ലെങ്കിൽ അതിനെ പറയും ജൽപ്പന്യായം എന്ന് പറയും. നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ട് അത് സ്വയം കേമോണെന്ന് പറയുന്നതിന് എന്താ അർത്ഥമുണ്ട്? അതൊരു കാര്യമില്ല. മറ്റാരെങ്കിലും എന്നാണ് പറയുന്നത്, വിദ്വത് സദസ്സിൽ പറയണം, അറിവുള്ളവരുടെ മുമ്പിൽ പറയണം, എന്നിട്ട് ചിന്തിക്കണം പരസ്പരം. അങ്ങനെ അതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തണം, അതിനെ നിരാകരിക്കണം. അതിനെന്തൊക്കെയാണ് കൂടുതൽ തെളിയേണ്ടതെന്ന് കണ്ടെത്തണം, അതിനെ തെളിച്ചെടുക്കണം. അതിന് വാദമെന്ന് പറയും. അല്ലാതെ ഒരേ അഭിപ്രായത്തിൽ എല്ലാവരും ഇരുന്ന് പറയുന്നു, ചോദ്യങ്ങളില്ലാതെ അംഗീകരിക്കുന്നതിന് ജൽപ്പമെന്ന് പറയും. ഇവിടെ ഇപ്പോൾ ചാർവാകന്മാരെല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് തീരുമാനിച്ചു, ഇത് സ്വഭാവമാണോ, ഇത് സ്വഭാവമല്ല, ഇതിനപ്പുറം മറ്റെന്തെങ്കിലും കാണും എന്ന് ചോദ്യം ചോദിക്കാനോ അതിന് സമാധാനം പറയാനോ അവിടെ ആരുമില്ല. നമ്മൾ പറയില്ല ഏകപക്ഷീയമാണ്. ഏകപക്ഷീയമാണ്.
പക്ഷെ ഇവിടെ അങ്ങനെയല്ലേ, ഇവിടെ ഏകപക്ഷീയമല്ല. എന്തുകൊണ്ട്? ഇവിടെ ചോദ്യങ്ങൾ വരുന്നു, അതിനെ പൂർവപക്ഷമെന്ന് പറയുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ കേൾക്കുന്നു, എന്നിട്ട് അതിനെ ചിന്തിക്കുന്നു, നിഷേധിക്കേണ്ടതിന് നിഷേധിക്കുന്നു, അംഗീകരിക്കേണ്ടതിന് അംഗീകരിക്കുന്നു, ഒരുമിച്ച് പോകും. ഈ തത്വചിന്തയിൽ പരമപ്രധാനമായൊരു കാര്യമാണ്. ഏകപക്ഷീയമായ ചിന്തയല്ല. അത് ഏകപക്ഷീയമായ ചിന്തയെ പലപ്പോഴും അബദ്ധമായി പോകും. ചാർവാകന്മാർ കൂടി തീരുമാനിച്ചാൽ അങ്ങനെ ശരിയാകും. അതുപോലെ ഓരോരുത്തരും, വൈദികന്മാര്, വിജ്ഞാനവാദികള്, ശൂന്യവാദികള്, അവരവരുടെ തട്ടകത്തിൽ അവരവർ മിടുക്കന്മാരാകും. അവനവനിരിക്കുന്നിടത്ത് അവനവൻ മിടുക്കനാണ്. അവനവന്റെ സ്വരം അവനവന് ബോധിച്ചാൽ പോരാ. കുരങ്ങന്റെ കല്യാണം, അവിടെ ഗാനമേള, ഗാനഗന്ധർവനായ എരുമ, താളം പിടിക്കുന്നത് കഴുത. എന്നിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശംസിക്കണോ, എന്തൊരു താളം, എന്തൊരു സ്വരം. അതുപോലായി മനോഹരമായ സ്വരം, ഗംഭീരമായ താളം എന്ന് പറയുന്ന കാര്യമുണ്ട്. അതാണ് പറയുന്നത് ജൽപ്പത്തിന്റെ ഉദാഹരണം. ജൽപ്പന്യായനൈവ വസ്തുനിർണയ, അത് പറ്റത്തില്ല. തത്വനിർണയം എന്ന് പറയുന്നത് അങ്ങനെ പറ്റത്തില്ല. അവിടെ വാദ പ്രതിവാദി വേണം. അതിന് ചോദ്യം ചെയ്യാൻ ആരെങ്കിലും വേണം. അത് ശരിയാകുമോ, എന്തുകൊണ്ട് ശരിയാകും, എന്തുകൊണ്ട് ശരിയാകുന്നില്ല. അത്ര വസ്തുനിർണയം ഇച്ഛസി. അപ്പോ ചോദ്യം ചോദിച്ചവനോട് പറയുകയാണ് യാജ്ഞവൽക്യൻ. ആർത്തഭാഗനാണ് ചോദ്യം ചോദിച്ചത്. ശരി, നിനക്ക് ഇതിനെ സംബന്ധിച്ചൊരു ചോദ്യമുണ്ടെങ്കിൽ അതിന്റെ തത്വനിർണയമാണ് വേണ്ടതെങ്കിൽ അവിടെ നിന്റെ ചോദ്യവും ആവശ്യമാണ്, എന്റെ സമാധാനവും ആവശ്യമാണ്. രണ്ടും കൂടി ചേർന്നാലേ പറ്റും. രണ്ടും വേണം. പൂർവപക്ഷവും വേണം, സമാധാനവും വേണം. ഗുരു മാത്രം പോരാ, ശിഷ്യനും വേണം. ഗുരു ശിഷ്യ പാരസ്പര്യം എന്നൊക്കെ പറയും. അത് രണ്ടും ഉണ്ടായാലേ പറ്റും. ഗുരു പറയുന്നു, ശിഷ്യൻ വിഴുങ്ങിയാൽ അത് ചാർവാകന്റെ രീതിയായി പോകും. അത് പറ്റത്തില്ല. ചേദിച്ഛസി ആഹാര സൗമ്യ ഹസ്തം, കൈ കൊടുക്ക് എന്നാ പറയുന്നു. മൽപ്പിടുത്തം തുടങ്ങുന്നവരാദ്യം കൈ കൊടുക്കുമല്ലോ, അതുപോലെ കൈ കൊടുക്ക്. നീ റെഡിയാണോ? ഞാൻ റെഡിയാണ്, തുടങ്ങാൻ. ഞാൻ പറയുന്നതിനോട് ഹസ്തം ആഹാര എന്നാണ്, കൈ കൊടുക്കാനാണ്. ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പറയുന്നു. എന്നുവെച്ചാൽ നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. ചോദ്യം ചോദിക്കുന്ന ശിഷ്യനും ഉത്തരം പറയുന്ന ഗുരുവാണ്. അതുകൊണ്ട് പറയുന്ന സൗമ്യ, പ്രിയപ്പെട്ട ശിഷ്യ, നീ കൈ കൊടുക്ക്. ആർത്തഭാഗ ഹേ ആവാം ഏവ ഏതസ്യ തത്പൃഷ്ടസ്യ വേദിതവ്യം യത്തത് വേദിഷ്യാവോ നിരൂപയിഷ്യാവഹ. ആവാം, നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് എന്ന് പറയുന്നു. അല്ല ഞാൻ പറയുന്നത് നീ സ്വീകരിച്ചോളം പറയുകയല്ല. ആവാം, നമ്മൾ രണ്ടുപേരും, ദ്വിവചനമാണ്. ഏവ, നമ്മൾ രണ്ടുപേരും തന്നെ, ഏതസ്യ തത്പൃഷ്ടസ്യ, നീ ചോദിച്ച ചോദ്യത്തിന്റെ വേദിതവ്യം എന്താണോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, എത്തത് വേദിഷ്യാവോ, അത് ദ്വിവചനമാണ്. നമ്മൾക്ക് രണ്ടുപേർക്കും കൂടിച്ചേർന്ന് മനസ്സിലാക്കാം എന്നാണ്. ഞാൻ മനസ്സിലാക്കിയത് നിനക്ക് പറഞ്ഞു തരാമെന്നല്ല, അങ്ങനെയും പറയുന്ന സന്ദർഭങ്ങളുണ്ട്. ഇവിടെ ഇപ്പം അങ്ങനെയല്ല പറയുന്നു. നമ്മൾക്ക് രണ്ടുപേർക്കും കൂടിച്ചേർന്ന് വേദിഷ്യാവഹ, വേദിഷ്യാമി, വേദിഷ്യാവഹ, വേദിഷ്യാമഹ എന്ന് പറയുന്നത് നമുക്ക് രണ്ടുപേർക്കും കൂടിച്ചേർന്ന് മനസ്സിലാക്കാം. നിരൂപയിഷ്യാമഹ, നമുക്ക് നിരൂപണം ചെയ്യാം എന്നാണ്. കാരണം നീ ചോദിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതിന്റെ സമാധാനവും അതുപോലെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത് ചുരുക്കത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ചോദ്യം ചോദിച്ചവൻ എത്ര വിശദമായി ഈ കാര്യങ്ങളെ ഗ്രഹിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്.
ഉത്തരം പറയാൻ കെൽപ്പുള്ള ആളാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് യാജ്ഞവൽക്യനോട് ഇത് ചോദിച്ചത്. അതുകൊണ്ട് പറയുന്നു, നമുക്കിത് രണ്ടുപേർക്കും ഓടിച്ചേർന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. അല്ലാതെ എന്റെ ജൽപ്പം നീ കേൾക്കേണ്ട കാര്യമില്ല, നിന്റെ ജൽപ്പം ഞാൻ കേൾക്കേണ്ട കാര്യമില്ല. കസ്മാത് ആവയോ ഏതത് വസ്തു സജനെ ജനസമുദായെ നിർണയതും ശക്യതേ. ഒരു കാര്യം കൂടിയുണ്ട്. ഇതിപ്പോ ഒരു സദസ്സാണ്. ഇത് വളരെ സൂക്ഷ്മമായ കാര്യമാണ്. നീ വളരെ സൂക്ഷ്മമായി ചിന്തിക്കുന്നവനാണ്. ഇതിനെക്കുറിച്ചൊരു സമാധാനം പറയുമ്പോൾ നിന്റെ അഭിപ്രായങ്ങൾ അറിയണം. ഞാൻ പറയുന്ന അഭിപ്രായം നിനക്ക് ബോധ്യപ്പെടണം, സംശയരഹിതമായി ബോധ്യപ്പെടണം. ഇവിടെ ഇരുന്നത് ചർച്ച ചെയ്തു കഴിഞ്ഞാൽ വിവരദോഷികൾ ഇതിൽ ഇടപെടും. അങ്ങനെയൊരു കുഴപ്പമുണ്ട്. അതിനെക്കുറിച്ചൊരു ബോധമില്ലാത്തവനും കയറിച്ചാടി അഭിപ്രായം പറയുന്നതിന് വിവരം വേണ്ടല്ലോ. ഏത് കാര്യത്തിനും ആർക്കും അഭിപ്രായം കാണും. സജനെ, ഈ സഭയിൽ ജനമധ്യത്തിലിരുന്ന് ഇത് ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ഒരിടത്ത് എത്തത്തില്ല. പിന്നെ അത് വാദപ്രതിവാദമായി പോകും, തർക്കത്തിൽ കലാശിക്കും. അങ്ങനെയുണ്ട്. ചർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്വനിർണയത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ച വേറെ, ജയിക്കാനും പരാജയപ്പെടുത്താനുമുള്ള ചർച്ച വേറെ. അതുകൊണ്ടും പ്രയോജനമൊന്നുമില്ല. ഇവിടെ പൂർവപക്ഷം സിദ്ധാന്തം എന്ന് പറയുമ്പോൾ ഒരാളെ പരാജയപ്പെടുത്താനും മറ്റൊരാൾക്ക് ജയിക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ സദസ്സിൽ ചർച്ച ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും. എല്ലാവരും വിഷയം കയ്യിലെടുക്കും, എല്ലാവരും ചർച്ച ചെയ്യും. ഒരു വിഷയത്തെക്കുറിച്ച് രത്നപരീക്ഷ എന്ന് പറയുന്ന രത്നത്തിന്റെ ഗുണം എന്താണ്, അതിന്റെ മൂല്യം എന്താണ്, രത്നപരീക്ഷ. ഇത് അതിൽ വൈദുഷ്യമുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇതുവരെ അത് അങ്ങനെ രത്നമേ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള 1000 പേര് 10000 പേര് കൂടിയിരുന്ന് രത്നപരീക്ഷ നടത്തിയാൽ അവർക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല ഏതാണ് രത്നത്തിന്റെ ഗുണം, എന്താണ് രത്നത്തിന്റെ മൂല്യം. ഒരിക്കലും നിർണ്ണയിക്കാനൊക്കത്തില്ല. ഒരു സിംഹത്തിന് പകരം 1000 കുറുക്കന്മാർ ചേർന്ന കാര്യം നടക്കില്ല. അല്ലേ? 1000 കുറുക്കന്മാർ കൂടി ചേർന്ന് പോയാലും ഒരു സിംഹത്തിന്റെ ഗർജനമാകത്തില്ല. രണ്ടും രണ്ടാണ്. അതുപോലെ സഭയിൽ ഇരുന്നിത് ചർച്ച ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒരു ബോധമില്ലാത്ത ഒരു രീതി കയറി ഇടപെടും. ഇതാകെ നാശമാവും, തീരുമാനത്തിലെത്താൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഇത്രയും സൂക്ഷ്മമായ ഒരു ചോദ്യം നീ ചോദിച്ച സ്ഥിതിക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ശേഷി നിനക്കുമുണ്ട്. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാമെന്നാണ് പറയുന്നത്. ഏതത് വസ്തു സജനെ ജനസമുദായെ നിർണയിതും ന ശക്യതേ. ജനസമുദായത്തിൽ തത്വവിചാരം സാധ്യമല്ല. അതുകൊണ്ട് ഏകാന്തത്തിലേക്ക് പോകാം. അതാ ഏകാന്തം ഗമിഷ്യാമോ വിചാരണായ. തത്വവിചാരത്തിന് വേണ്ടി ഏകാന്തത്തിലേക്ക് പോകാം എന്ന ഈ ഒരു ഭാഗത്തെക്കുറിച്ച് പലതരത്തിലും ചിന്തിക്കുന്നുണ്ട്. എന്താ, സദസ്സിൽ വെച്ചാണ്, രാജ്യസദസ്സിലാ ചർച്ച. ചോദ്യം ചോദിച്ചവനെയും പിടിച്ചുകൊണ്ട് എന്തിന് രഹസ്യത്തിലേക്ക് പോയി. ചെല്ലു പറയുന്നത് രഹസ്യമാണിത്, മറ്റാരും കേൾക്കാൻ പാടില്ല, അതുകൊണ്ടാണെന്നാണ്. അങ്ങനെയല്ല, രഹസ്യമാണ്, മറ്റാരും കേൾക്കാൻ പാടില്ലാത്തതാണെങ്കിൽ പിന്നീട് ഇതേ സദസ്സിൽ വന്നിട്ട് പറയുന്നുണ്ട് ഇന്നതാ കാര്യം. ഞങ്ങൾ ആലോചിച്ചപ്പോൾ പിടികിട്ടി. എന്താ വീണ്ടും ജനിക്കുന്നത്, അത് കാര്യം എന്താണെന്ന് പിടികിട്ടിയെന്ന് പറയുന്നുണ്ട്. മറ്റാരും അറിയാൻ പാടില്ലാത്തതാണ്, രഹസ്യമാണെങ്കിൽ പിന്നെ അതൊന്ന് പരസ്യമായി പറയും. ഏതൊരു ജനസമുദായത്തിലിരുന്നാണോ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്, ആ ജനസമുദായത്തിൽ തന്നെ വന്ന് ഇത് അവസാനം പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രഹസ്യമാണ് എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ തന്നെ ആത്മവിദ്യയിൽ എന്താ രഹസ്യം?
ആത്മവിദ്യയിൽ ഒരു രഹസ്യമില്ല. രഹസ്യം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും സ്വാർത്ഥത വേണം. സ്വാർത്ഥതയുള്ളിടത്ത് രഹസ്യമാണ്. ആത്മവിദ്യ പരസ്യമാണ്. ഇത് ഗുഹ്യതമം ശാസ്ത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് ഗുഹ്യതമം എന്ന് വെച്ചാൽ രഹസ്യമൊന്നല്ലേ. അവിടെ എന്താ വ്യാഖ്യാനിച്ചത്? ഗുഹ്യതമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർബുദ്ധികൾക്ക് ഗ്രഹിക്കാൻ പ്രയാസമുള്ളത്. അല്ല ഒളിച്ചു വയ്ക്കുന്ന സാധനം എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞു. ഇതിൽ ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. ദുർബുദ്ധികൾക്ക് ഗ്രഹിക്കാൻ ഇന്ത്യമെല്ലാം അവിടെ പറഞ്ഞെന്താണത്? സുസൂക്ഷ്മത്വം, അത് അത്യന്തം സൂക്ഷ്മമാണ് എന്നാണ്. ഇത് അത്യന്തം സൂക്ഷ്മമായ കാര്യമാണ്. അസൂക്ഷ്മം എന്ന് പറഞ്ഞാൽ എന്താ? അറിവ് അല്ലെങ്കിൽ ജ്ഞാനം, അതെങ്ങനെയാ സൂക്ഷ്മമാകുന്നു? എന്തുകൊണ്ട് അത് സൂക്ഷ്മമാകത്തില്ല? പറയുന്നത് സാക്ഷാത് അപരോക്ഷ, ഇത് അപരോക്ഷമായ വസ്തുവാണ്. എന്നുവെച്ചാൽ ഇത് പ്രത്യക്ഷമായ പ്രകടമായ വസ്തുവാണ്. ഇതെന്താ സൂക്ഷ്മമാകുന്നു? സൂക്ഷ്മം എന്ന് പറയുന്നത് അത് അന്തർമുഖമായി ഗ്രഹിക്കേണ്ടതാണ് എന്നാണ് സൂക്ഷ്മത്തിന്റെ അർത്ഥം. തത്വത്തെ അന്തർമുഖമായി ഗ്രഹിക്കണം. അത് ഗ്രഹിക്കുമ്പോൾ അത് സ്പഷ്ടമാണ്. അത് ഒരു തരത്തിലുള്ള രഹസ്യവുമില്ല. അതിൽ ഒളിച്ചു വയ്ക്കാനേ യാതൊന്നുമില്ല. പരസ്യമാക്കാനേ ഉള്ളൂ. ഒളിച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ എന്തോ കള്ളത്തരമാണ്, അതിലെന്തോ സ്വാർത്ഥതയുണ്ട്. അല്ല, ആത്മവിദ്യയെ സംബന്ധിച്ച് അങ്ങനെ ഒളിക്കാനൊന്നുമില്ല. അത് പരസ്യമായി പറയേണ്ടതാണ്, പരസ്യമാക്കേണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ ഒന്ന് സഭാമധ്യത്തിൽ പറഞ്ഞു. എന്നാലും പറയുന്നു ഒരു ഏകാന്തത്തിലേക്ക് പോകാം, കൂട്ടത്തിൽ നിന്നും മാറി നിന്ന് ചിന്തിക്കാം. അതാണ് ഇതിനെക്കുറിച്ചുള്ള ആ മനനം. ഏകാഗ്രമായിരിക്കണം, അന്തർമുഖമായിരിക്കണം. അതിനു വേണ്ടിയിട്ട് അത് വേദിയിൽ ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കുഴപ്പമുണ്ടാകും. അല്ല, രഹസ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്: അന്തർമുഖമായി ഗ്രഹിക്കേണ്ടത്, എന്നാൽ അത്യന്തം സ്പഷ്ടവുമാണ്, അത്യന്തം വ്യക്തമാണ്. ആത്മബോധത്തിൽ യാതൊരു രഹസ്യവുമില്ല. അത് ആരാണോ അങ്ങനെ അന്തർമുഖമായി ചിന്തിക്കുന്ന അവന് സുസ്പഷ്ടമാണ്. അവനത് രഹസ്യം എന്ന് പറഞ്ഞ് ഒളിച്ചു വയ്ക്കാൻ യാതൊന്നുമില്ല. പക്ഷെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഇതെന്തോ രഹസ്യമാണ്, പറയാൻ പാടില്ല. ഇത് പരസ്യമായി പിന്നീട് പറഞ്ഞതിന് ശേഷം ഇത് എന്തുകൊണ്ട് ജന്മം സംഭവിക്കുന്നു, അതിന് കാരണം കർമ്മം, ഇത്രയേ ഉള്ളൂ ഇവിടെ പറയുന്ന കാര്യം. മറ്റെന്തെങ്കിലും ആണോ? ഒന്നുമല്ല. ആ ജീവാശ്രിതമായ കർമ്മം, പരമാത്മ ചൈതന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള ആ കർമ്മം, ആ കർമ്മമാണ് വീണ്ടും വീണ്ടും ജന്മത്തിന് കാരണമായിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. പക്ഷെ അത് ജന്മത്തെയും മരണത്തെയും അംഗീകരിക്കുമ്പോൾ അതിന്റെ പിന്നിലൊരു ഹേതുവിനെ അംഗീകരിച്ചിരിക്കുന്നു. ആ ഹേതു അത് കർമ്മം എന്ന് പറയും. ഇതിലൊക്കെ എന്താ വിളിക്കാനുള്ളത്? പൂഴ്ത്തിവെക്കാനൊന്നുമില്ല. അതുകൊണ്ട് അതല്ല ഇവിടുത്തെ താല്പര്യം. ഇവിടെ എന്തുകൊണ്ട് പോയി രഹസ്യത്തിലേക്ക് പോയത്? ഇതാണ്. ഇത് അന്തർമുഖമായി ചിന്തിക്കണം, ഏകാഗ്രമായി ചിന്തിക്കണം. അങ്ങനെ ബഹിർമുഖന്മാരുടെ മുമ്പിൽ വച്ചത് നിർണയത്തിലെത്താൻ പറ്റത്തില്ല. കാരണം അവരിടപെടും. ഇതാണ് ബുദ്ധിക്ക് വിക്ഷേപത്തെ ഉണ്ടാകും. എല്ലാവർക്കും കൂടി ഒരു തീരുമാനത്തിലെത്താൻ പറ്റത്തില്ല. യോഗ്യരായവർക്ക് കൂടി ചേർന്ന് ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്താം. എന്നിട്ട് അതിനെ സഭയിൽ പറയാം. പറയുന്ന എല്ലാവരുടെത്തും പറയാം, ലോകത്തിന് മുമ്പിൽ പറയാം. അതിൽ യോഗ്യതയുള്ളവർ ഗ്രഹിക്കട്ടെ, യോഗ്യതയില്ലാത്തവർ ഗ്രഹിക്കില്ല. ആർക്കും ദോഷം ചെയ്യുന്ന കാര്യമില്ല. ഈ വിദ്യ ലോകത്തിന് മുമ്പിൽ പറഞ്ഞു എന്ന് വിചാരിച്ച് ഇതാർക്കെങ്കിലും ദോഷം ചെയ്യും? ഇല്ല. ഒരുപക്ഷെ ഒരുവൻ ഗ്രഹിക്കാതിരുന്നിരിക്കാം.
അതുകൊണ്ട് ദോഷമൊന്നുമില്ല. ദോഷാവനുള്ള ദോഷങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ഇവിടെയും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്താണ് വിദ്യ മരിച്ചാലും ശരി ആർക്കും പറഞ്ഞു കൊടുക്കരുത് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. അതൊക്കെ സ്വാർത്ഥത കൊണ്ട് എഴുതി വച്ചിരിക്കുന്നതാണ്. അല്ല, അത് ഫലം ചെയ്യുന്നത് യോഗ്യതയുള്ളിടത്തേ ഫലം ചെയ്യത്തുള്ളൂ. ഇത് പറയുന്ന ആത്മവിദ്യയെ സംബന്ധിച്ച്. മറ്റേതിനെങ്കിലും സംബന്ധിച്ചാണെങ്കിലും ശരി നമുക്ക് സമ്മതിക്കാം. അണുബാമ്പിന്റെ രഹസ്യം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അവന് ചിലപ്പോൾ അതുണ്ടാക്കി പൊട്ടിച്ച് സർവത്തെ നശിപ്പിക്കും. അതല്ല ഇവിടെ പറയുന്ന ആത്മവിദ്യയാണ്. അത് ആർക്കും പറയാം, എവിടെയും പറയാം. പറയുന്നിടത്ത് ദോഷമില്ല. ഗ്രഹിക്കാം, ഗ്രഹിക്കാതിരിക്കാം, ഈ വ്യത്യാസമേ വരും. ഗ്രഹിക്കാതിരിക്കുന്നത് കൊണ്ട് വിശേഷിച്ചൊന്നും സംഭവിക്കുന്നില്ല, ഗ്രഹിക്കുന്നവന് വരുന്നു. അതിന്റെ രഹസ്യം എന്ന് പറയുന്നത് അന്തർമുഖതയാണ്. അത് സാധാരണ പറയുന്ന രഹസ്യമല്ല, ഇത് സ്പഷ്ടമായ കാര്യമാണ്. ഇത് സ്വാനുഭവമല്ലേ, അനുഭവം അങ്ങനെ രഹസ്യമാകും. ആത്മവിദ്യ എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നത് ഓരോ ശ്രോതാവിന്റെ അനുഭവത്തെയാണ്. അത് ഒളിക്കാൻ പറ്റും, രഹസ്യമാക്കാൻ പറ്റും? ഒരിക്കലുമല്ല. പക്ഷേ ജനസമുദായെ നിർണയിതും നശക്യത. ജനസമുദായത്തിൽ വച്ച് നിർണയിക്കാൻ പറ്റില്ല. നിർണയിച്ചതിന് ശേഷം, അതാണ് ഋഷിമാരെ ഏകാന്തത്തിൽ നിർണയിച്ചു, ജനസമുദായത്തിൽ അതിനെ പ്രഖ്യാപിച്ചു. ഇവിടെയും അതാ കാണുന്നത്. അത് ഏകാന്തം ഗമിഷ്യാമോ വിചാരണായ, നമ്മുടെ ഈ അറിവ് വെച്ച് വിചാരം ചെയ്യുന്നതിന് നമുക്കൊരുമിച്ച് ഏകാന്തത്തിലേക്ക് പോകാം. ആ നിർണയം ചെയ്യുന്നതിന് ശിഷ്യന്റെ പ്രശ്നവും ആവശ്യമാണ്. അതുകൊണ്ടാണ് ശിഷ്യനെ കൂട്ടിപ്പോകുന്നത്. വിചാരത്തിലൂടെ നിർണയം ചെയ്യുന്നതിന് അതും ആവശ്യമാണ്. തോഹ ഇത്യാദി ശ്രുതി വചനം തൗ യാജ്ഞവൽക്യ അർത്ഥഭാഗോ ഏകാന്തം ഗത്വാ കിം ചക്രതിരിപ്പിച്ചതേ. തൗ രണ്ടുപേരുമാര്, ഗുരുവും ശിഷ്യനും, യാജ്ഞവൽക്യനും അർത്ഥഭാഗനും ഏകാന്തം ഗത്വാ, ഈ വിവരദോഷികളുടെ ഇടപെടലൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയി. കിം ചക്രതുഹു, എന്ത് ചെയ്തു? ഉച്ചതേ തൗ ഉത്ക്രമ്യ സജനാം ദേശാത് മന്ത്രയാം ചക്രാതേ. അവരാ സഭയിൽ നിന്ന് എഴുന്നേറ്റ് പോയി. രണ്ടുപേരും കൈ കൊടുത്ത് എഴുന്നേറ്റ് പോയി. കൈ കൊടുത്തെഴുന്നേറ്റ് വെച്ചാൽ യോജിപ്പോടുകൂടി, ഒരു ദൃഢനിശ്ചയത്തോടുകൂടി. എന്താ ഇതിന്റെ താല്പര്യം നമുക്ക് നിർണയിക്കണം. എഴുന്നേറ്റ് സഭയിൽ നിന്ന് മറ്റെവിടെ പോയിരുന്ന് മാറിയിരുന്ന് ചിന്തിച്ചു. മന്ത്രയാം ചക്രാതെ, വിചാരം ചെയ്തു എന്നാണ്. അല്ല രണ്ടുപേരും രണ്ടും മുറിക്കകത്ത് പോയി കഥവ് കുറ്റിയിട്ടൊന്ന് ധ്യാനിക്കുകയല്ല ചെയ്ത്. അങ്ങനെ തിരിച്ചളയുന്നു. അങ്ങനെയല്ല ചെയ്ത് മന്ത്രയാം ചക്രാതി എന്ന് വെച്ചാൽ വിചാരം ചെയ്തു. രണ്ടുകൂടെ ചിന്തിച്ചു, ചർച്ച ചെയ്തു പരസ്പരം. തത്വത്തിൽ എന്തെങ്കിലും അസ്പഷ്ടതയുണ്ടെങ്കിൽ അത് വിചാരം കൊണ്ടേ സാധിക്കും. വിചാരം കൊണ്ട് ദോഷങ്ങളെ പരിഹരിച്ച് തത്വത്തെ പ്രകാശിപ്പിക്കും. ആദൗ ലൗകികവാദി പക്ഷാണാം ഏകൈകം പരിഗ്രഹ്യ വിരാജിതവന്തോ വിചാരിതവന്തോ, വിചാരം ചെയ്തു. ലൗകികവാദി പക്ഷാണാം, മുമ്പ് പറഞ്ഞല്ലോ, സ്വഭാവ യദൃച്ഛ കാല കർമ്മ ദൈവ വിജ്ഞാനം മാത്ര ശൂന്യമെന്ന്. അത് ഏതെല്ലാം തരത്തിൽ അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ചുണ്ടോ രണ്ടുപേരും അറിവുള്ളവരാണ്. അതിലേത് ശരിയാകുമെന്ന് രണ്ടുപേരും കൂടിച്ചേർന്ന് ഓരോന്നിനെയും എടുത്ത് ചിന്തിച്ചു. ഏകൈകം പരിഗ്രഹ്യ, ഇത് വിചാരത്തിന്റെ വഴി. അതാണ് വിചാരത്തിന്റെ മാർഗത്തിൽ ചോദ്യം ഉണ്ടായാലേ ഉത്തരം ഉണ്ടാവും, ശിഷ്യനുണ്ടായാലേ ഗുരു ഉണ്ടാവും. വിചാരമാർഗത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പല പക്ഷങ്ങളുണ്ട്, പലരും പലതും ധരിച്ചിരിക്കുന്നു. അതാണ് ലൗകികവാദി പക്ഷാണ്.
ലൗകികവാദി പക്ഷങ്ങളെ ഏകൈകം പരിഗ്രഹ്യ ഓരോന്നിനെ എടുത്ത് വിചാരിതവന്തു തൗഹ വിചാര്യ യദൂചതു രണ്ടുപേരും അവിടെയെല്ലാം പറയുന്നു ഒറ്റയ്ക്കുള്ള വിചാരങ്ങൾ തൗ രണ്ടുപേരും ചേർന്ന് വിചാര്യ ചിന്തിച്ച് യദൂചതു അവർ തിരിച്ച് സഭയിലേക്ക് വന്നു അപോഹ്യപൂർവക്ഷാൻ അതിനെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളെയും നിരാകരിച്ച് വിചാരത്തിന്റെ ഫലം അതാണല്ലോ ദോഷങ്ങളെ പരിഹരിക്കാൻ നമ്മളത് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതിലെന്തെല്ലാം വികല്പങ്ങളുണ്ടാകാമോ ആ വികല്പങ്ങളെല്ലാം നിരാകരിച്ചിട്ട് അപോഹ്യ തള്ളിക്കളഞ്ഞു പൂർവപക്ഷാൻ സർവാനേവ വിരുദ്ധ ചിന്താഗതികളെ മുമ്പ് പറഞ്ഞെല്ലാം തള്ളിക്കളഞ്ഞ് എന്താണോ നിശ്ചയിച്ച് പറഞ്ഞത് അതാണ് അടുത്ത് പറയാൻ പോകുന്നത് തശ്രുണു അതെന്താണെന്ന് മനസ്സിലാക്കുക